എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. സനാതനധർമ്മം എന്നത് കാലാതീതമായ ശാശ്വതമായ ധാർമ്മിക നിയമങ്ങളെയും മനുഷ്യന്റെ അന്തർലീനമായ കടമകളെയും സൂചിപ്പിക്കുന്നു. സത്യം, അഹിംസ, ആത്മനിയന്ത്രണം, സഹിഷ്ണുത, ശാരീരിക മാനസിക ശുദ്ധി എന്നിവയാണ് അതിൻ്റെ പ്രധാന മൂല്യങ്ങൾ. വസുദൈവ കുടുംബകം, അതായത് ലോകം ഒരു കുടുംബം എന്ന ആശയത്തിലൂടെ വ്യക്തിഗത ധർമ്മവും ആത്മീയ വികസനവും ഇത് ഊന്നിപ്പറയുന്നു. ചുരുക്കത്തിൽ, വ്യക്തിയെ ആത്മീയമായി ഉയർത്തുന്നതും സമൂഹത്തിൽ സമാധാനവും ധർമ്മവും നിലനിർത്തുന്നതുമായ എല്ലാ ഉത്തമ മൂല്യങ്ങളും സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. സനാതനധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി 2021 ആരംഭിച്ച ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ വ്യഗ്രത കാട്ടുന്നു. സനാതനധർമ്മത്തിന്റെ പ്രചരണാർത്ഥം 2025 ജനുവരിയിൽ നാം ആരംഭിച്ച സനാതന ധർമാമൃതം എന്ന പരിപാടിയുടെ 13ാമത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വേദിയെ അലങ്കരിക്കുവാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കൊല്ലം അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിജിയായ ബ്രഹ്മചാരി സംപൂജ്യ സൂക്ഷ്മാമൃത ചൈതന്യ സ്വാമികളാണ്. അദ്ദേഹത്തിനെ ഭക്തിയാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതോടൊപ്പം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു മഹത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയിലേക്ക് കടക്കാം. അതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറും ബോർഡ് ഓഫ് ട്രസ്റ്റ് മെമ്പറുമായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. 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 ഓം അജ്ഞാനാന്തർഗഹനപതിതൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടർ ജയകൃഷ്ണൻ അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ജയശങ്കര. 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 നമ്മളുടെ ആദരണീയനായ സ്വാമിജി ശ്രീ വിഷ്ണുപ്രസാദ്ജിയെ ഭക്തി ആദരപൂർവ്വം പാദ നമസ്കാരം ചെയ്തുകൊണ്ട്, ഇന്ന് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് ഇവിടെയുള്ള എല്ലാവർക്കും പരിചിതമാണ്. എന്നാലും സ്വാമിജിയുടെ അറിവിലേക്കായിട്ട് വളരെ താഴ്മയായിട്ട് ചുരുക്കം വാക്കുകളിൽ അതൊന്ന് പറയുന്നു. 2021 ഏപ്രിൽ മാസമാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന ഈ പ്രസ്ഥാനം നിലവിൽ വന്നത്. ഇത് വന്നത് ലോകമെമ്പാടും സനാതനധർമ്മത്തെ ആചരണത്തിലൂടെ പ്രചരിപ്പിക്കണം, കാരണം ആചരണത്തിലൂടെ മാത്രമേ പ്രചരിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന നല്ല ബോധത്തോടു കൂടി, അതുപോലെ തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തന്ന അദ്വൈത സിദ്ധാന്തം ജീവാത്മാവിൽ നിന്നുകൊണ്ട് പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ള ആ അദ്വൈത സിദ്ധാന്തം ലോക നന്മയ്ക്ക് വേണ്ടി ശങ്കരോതീതി ശങ്കര എന്നാണല്ലോ. അങ്ങനെ ലോകമംഗളത്തിന് വേണ്ടി ലോകമെമ്പാടും അദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിക്കുക എന്ന ഏക ഉദ്ദേശത്തോടു കൂടിയാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ രൂപീകൃതമായത്. ശങ്കരാചാര്യസ്വാമികളുടെ കാലഘട്ടം തീർച്ചയായിട്ടും അദ്ദേഹം വളരെയധികം BC 504 എന്ന് പറയുന്നു. അതേപോലെ തന്നെ AD 8ാം നൂറ്റാണ്ട് എന്നും പറയുന്നുണ്ട്.
എന്നിരുന്നാലും ഞാൻ BC 504 എന്ന് കൂടുതൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതവും എല്ലാം വളരെ അപലപനീയമായ രീതിയിലായതിനു ശേഷമാണ് അദ്ദേഹം ബൗദ്ധിക തലത്തിൽ ഭാരതമെമ്പാടും അഷ്ടവർഗേ ചതുർവേദി ദ്വാദശേ സർവശാസ്ത്രവിദ് അങ്ങനെ എല്ലാ വേദങ്ങളും അർത്ഥങ്ങളും എല്ലാം പറഞ്ഞ് അദ്ദേഹം 16 വയസ്സോടുകൂടി ഷോഡശയം കൃതവൻ ഭാഷ്യം 16 വയസ്സോടുകൂടി ഭാഷ്യം രചിച്ച് 32 വയസ്സിനുള്ള ഭാരതമെമ്പാടും 3 പ്രാവശ്യം യാത്ര ചെയ്ത് ബൗദ്ധിക തലത്തിൽ വീണ്ടും സനാതനധർമ്മത്തെ ജനങ്ങളിൽ എത്തിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഊട്ടി ഉറപ്പിച്ചു സനാതനധർമ്മങ്ങളുടെ മൂല്യങ്ങൾ എന്നുള്ളത് കൊണ്ട് നാം എല്ലാവരും ശങ്കരാചാര്യസ്വാമികളുടെ പിൻഗാമികളായിട്ട് ആചാര്യസ്വാമികളുടെ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ശങ്കരന്മാരായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ അനുസ്യൂതമായ പരിവർത്തനം വരുത്തണം, സനാതനധർമ്മത്തിനെ വീണ്ടും ഊട്ടി ഉറപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നാം ഇങ്ങനെ ഒരു ആദിശങ്കരൻ്റെ പേരിൽ തന്നെ പ്രസ്ഥാനം കൊണ്ടുവന്നത്. ആദ്യമായിട്ട് ആചരണത്തിലൂടെ മാത്രമേ ഇതിനെ പരിവർത്തനം പറ്റുകയുള്ളൂ, ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ആദ്യം തന്നെ സംസ്കൃത വിദ്യാഭ്യാസം ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് നാം ആദ്യമായിട്ട് ചിന്തിച്ചത്. അങ്ങനെ സുഹൃതം സംസ്കൃതം എന്ന ഒരു നാമധേയത്തിൽ നമ്മൾ സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങി. ഏതാണ്ട് 368ഓളം കുട്ടികളെ നാം സംസ്കൃതം പഠിപ്പിച്ചു. യാതൊരു പണവും നമ്മൾ മേടിച്ചിട്ടല്ല, നമ്മളുടെ കയ്യിൽ നിന്നും ഇട്ട് 1 വർഷം അങ്ങനെ പഠിപ്പിച്ചു. രണ്ടാമത്തെ ബാച്ച് വീണ്ടും തുടങ്ങി, അതിലും ഏതാണ്ട് 200-ൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ അദ്വൈത ലഹരി എന്ന ഒരു പാഠ്യപദ്ധതി നാം കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തി വരുന്നുണ്ട്. വേദം മുതൽ പുരാണം വരെ വേദങ്ങൾ, വേദാംഗങ്ങൾ, ഉപനിഷത്തുകൾ, ധർമ്മശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ, സ്മൃതി ഇവയെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളെ വളരെ താത്വികമായ രീതിയിൽ അവലോകനം ചെയ്യുന്നതായിട്ട് ദിഗ്വിജയം എന്നൊരു പ്രോഗ്രാം നമ്മൾ എല്ലാ മാസവും നടത്തി വരുന്നുണ്ട്. അത് സ്വാമിനി ജ്ഞാനാഭനിഷ്ഠയാണ്, പത്തനംതിട്ടയിലെ ശിവാനന്ദഗിരി ആശ്രമത്തിൽ നിന്നും സ്വാമിനിയാണ് നമുക്ക് നടത്തി തരുന്നത്. അതുപോലെ തന്നെ ശങ്കരാചാര്യസ്വാമി കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിക്കുവാനും ഉപാസിക്കുവാനും ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിപ്പിച്ചു വരുന്നു. അത് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബാലശങ്കരം എന്നൊരു പാഠ്യപദ്ധതി കുട്ടികൾക്കായിട്ട് നാം നടത്തി വരുന്നു. ക്ഷേത്രായനം, ഭാരതീയ സംസ്കൃതികൾ ക്ഷേത്രങ്ങളിൽ ഊന്നി തന്നെയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നാശോന്മുഖമായിരിക്കുന്ന ക്ഷേത്രങ്ങളെ വികസിപ്പിക്കുകയും പരിചയപ്പെടാതെ ആരും അറിയാതെ കിടക്കുന്ന ക്ഷേത്രങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമായിട്ട് ക്ഷേത്രായനം എന്നൊരു പദ്ധതി നാം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സത്സംഗങ്ങൾ, സത്സംഗാൽ ജായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം, സത്സംഗാൽ ക്ഷീയതേ പാപം, സത്സംഗാൽ മോക്ഷമശ്നുതേ എന്നാണല്ലോ. അതുകൊണ്ട് അനേകം സത്സംഗങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാമായണ മാസം നമ്മൾ ആചരിക്കുന്നു, വൈശാഖ മാസം നാം ആചരിക്കുന്നു, ശിവരാത്രി നാം ആചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മാന്വേഷണത്തിനായിട്ട് എല്ലാ വർഷവും 2 പ്രാവശ്യം ആത്മായനം എന്ന പേരിൽ നാം ഒരു യാത്ര സംഘടിപ്പിച്ചു വരുന്നു. മിക്കവാറും എല്ലാ തവണയും യാത്ര 10 തൊട്ട് 15 ദിവസം വരെയാണ്. ആദ്യമായിട്ട് നമ്മൾ കേദാറിലും ചാർധാം പോയി, അത് കഴിഞ്ഞ് മറ്റ് ഭാരതത്തിൻ്റെ പല ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥസ്ഥാനങ്ങളിലേക്കും യാത്രകൾ ചെയ്തു. ഇതിലെല്ലാം ഉപരിയായിട്ട് ശങ്കരഗ്രാമം എന്നൊരു പദ്ധതി നാം നടത്തി വരുന്നു. പാവപ്പെട്ട ഒരു ഗ്രാമം കാലടിയിൽ ഒരു ഗ്രാമം നാം ഏറ്റെടുത്ത് അവർക്ക് വേണ്ട ജീവിത നിലവാരത്തിൽ എത്തുവാൻ വേണ്ട ഫോർ എക്സാമ്പിൾ സ്കിൽ ഡെവലപ്മെൻറ്റ്സായി അല്ലെങ്കിൽ മറ്റ് ജീവിക്കാനുള്ള മെഡിസിൻസ് അങ്ങനെയുള്ളതായി, ആഹാരത്തിനായി, വിദ്യാഭ്യാസത്തിനായി അങ്ങനെയുള്ള ചിലവുകളെല്ലാം വഹിച്ചുകൊണ്ട് ഒരു ഗ്രാമം 18 കുടുംബങ്ങളുള്ള ഒരു ഗ്രാമം നാം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ധ്യാനം, മെഡിറ്റേഷൻ നടത്തി വരുന്നു മാസത്തിൽ 1 ക്ലാസ്സിൽ. അതിലെല്ലാം ഉപരിയായിട്ടാണ് അങ്ങയെപ്പോലെ അറിവുള്ള സനാതനധർമ്മ പ്രചാരകർ നമ്മളോടൊപ്പം വന്ന് സനാതനധർമാമൃതം എന്ന ഈ വേദിയിൽ പ്രഭാഷണങ്ങൾ നടത്തി നമ്മളെല്ലാം ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് നാം മുമ്പോട്ട് പോകുന്നത്. കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. അങ്ങയുടെ പ്രഭാഷണത്തിനായിട്ട് കാതോർത്തുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട അങ്ങയുടെ വാക്കുകൾക്ക്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയും അമരക്കാരനുമായ ശ്രീ സുരേഷ് പാഴൂരേട്ടനെ 2 വാക്കുകൾ സംസാരിക്കുന്നതിന് ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.
പ്രത്യേകിച്ച് ഇന്ന് സനാതനധർമ്മം ധർമാമൃതം 13ാം ഭാഗത്തിലേക്ക് നമുക്കേവർക്കും വളരെയേറെ പ്രയോജനപ്രദവും അനുഗ്രഹീതമായ പ്രഭാഷണം നടത്തുവാൻ എത്തിയിരിക്കുന്ന ബ്രഹ്മചാരി സംപൂജ്യ സൂക്ഷ്മാമൃത ചൈതന്യ സ്വാമിക്കും പ്രണാമം. നമ്മുടെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകൃതമായിട്ട് ഏകദേശം 5 വർഷം ആവാറായിരിക്കുകയാണ്. സനാതനധർമ്മത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചുമൊക്കെ പ്രഭാഷണങ്ങളും അതുപോലെ സത്സന്ധികൾ, മറ്റു ആത്മീയ പരിപാടികൾ എല്ലാം സംഘടിപ്പിച്ചാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഏകദേശം 32ഓളം ചാപ്റ്ററുകളിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ഉണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടി തന്നെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇങ്ങനെയൊരു അവസരത്തിൽ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാൻ സാധിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും ഉണ്ട്. ഞാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് വേണ്ടി ഞങ്ങളുടെ വളരെ സന്തോഷം സ്വാമിജിയെ അറിയിക്കുകയാണ്. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, അങ്ങയുടെ എളിയ വാക്കുകൾക്ക്. ഞാൻ ഭക്ത്യാദരപൂർവം ഇന്നത്തെ ഈ പ്രഭാഷണത്തിനായി സ്വാമിജിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. എനിക്ക് തുടങ്ങാമോ? തുടങ്ങാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം അമൃതേശ്വരി നമഃ. ഞാന് അമ്മയുടെ ആശ്രമത്തില് ഏകദേശം 38 വർഷത്തോളമായി താമസിക്കുകയാണ്. ഇതിന്റെ പൂർവാശ്രമം ഉണ്ടായിരുന്നത് കാലടിക്കടുത്ത് ചാലക്കുടി എന്ന് പറയും. അതുപോലെ ആശ്രമത്തിൽ ചേർന്നിട്ട് ഇത്രയും വർഷം കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അദ്വൈതമാണ്. അമ്മ പറയും ജീവിതത്തിന്റെ അടിസ്ഥാനം അദ്വൈതമാണെന്ന് പറയും. എപ്പോഴും അമ്മ പറയും. ഞാൻ അന്ന് മുതലേ ഞങ്ങൾ പഠിക്കുന്നത് ശങ്കരഭാഷ്യമാണ് പഠിക്കുന്നത്. പിന്നെ ബ്രഹ്മസൂത്രവും ഗീതയും ദശോപനിഷത്തും ഞങ്ങൾക്ക് ശങ്കരഭാഷയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മസൂത്രം മാത്രം 1.5 മണിക്കൂർ വെച്ച് 1150 ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ഡീറ്റെയിൽ ആയിട്ട് ഇവൻ കൈലാസാശ്രമത്തിൽ പോലും എടുത്തിട്ടില്ല. കൈലാസാശ്രമത്തിൽ പഠിപ്പിച്ച ഒരു ആചാര്യനാണ് നമുക്ക് എടുക്കുന്നത്, സ്വാമി കൈവല്യാനന്ദ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും നമുക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇത്രയും വർഷമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് എടുക്കുന്നത് പിന്നെ യോഗസൂത്രവും ബൃഹത് യോഗവാസിഷ്ടവും പിന്നെ ഗീത ശങ്കരഭാഷ്യം മുന്നേ എടുത്താണ്. ഇപ്പൊ എടുക്കുന്നത് രാമാനുജ ഭാഷ്യമാണ് എടുക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 5000-ലധികം ക്ലാസ്സുകൾ ഞങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇതായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക്. അപ്പൊ പിന്നെ ഞാനങ്ങനെ ആ വിഷയത്തിലേക്കൊന്നും അങ്ങനെ കടക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി 2 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു. നിങ്ങൾ പറഞ്ഞു, ഒന്ന് ആധ്യാത്മികത, 2 ആചരണത്തിലൂടെ മാത്രമേ ഇതിന് ഫലപ്രാപ്തി ഉണ്ടാവൂ. ഈ 2 വിഷയങ്ങളായിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. വളരെ സന്തോഷം. വളരെ സന്തോഷം. നിങ്ങളുടെ ആ ഇൻട്രഡക്ഷൻ മനസ്സിലായതനുസരിച്ചിട്ട് മുന്നോട്ട് പോവാം നമുക്ക്. പിന്നെ ഇതിന്റെ സമയം എത്രയാണ് എടുക്കുക?
1 മണിക്കൂർ സമയം. 1 മണിക്കൂർ എടുക്കാം. അപ്പൊ 1 മണിക്കൂർ പ്രഭാഷണം കേൾക്കുമ്പോൾ ബോറടിക്കാൻ ഇടവരരുത് എന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ ഞങ്ങളോട് എപ്പോഴും അമ്മ പറയും, ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ധ്യാനത്തിനൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഉന്മേഷത്തിന് അമ്മ പറയും, നല്ല ഇഷ്ടമുള്ള ഒരു ആഹാരം കഴിക്കാൻ നമ്മൾ ആഹാരത്തിന്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കും അതേമാതിരി ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ബോറടിക്കാതെ ആ വിഷയത്തോടുള്ള താല്പര്യം, ഏതൊരു വിഷയത്തോടുള്ള പ്രേമമാണ് നമുക്ക് അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് ഫലം കിട്ടും. ഒരു പ്രേമം ഉണ്ടെങ്കിൽ അമ്മ പറയും, നമുക്ക് പ്രേമം ഉണ്ടെങ്കിൽ അവിടെ ബോറടിയില്ല, വിഷമം ഉണ്ടാവില്ല, എന്ത് ത്യാഗം നമ്മൾ സഹിക്കും. ഇപ്പൊ ഒരു അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ ആ കുട്ടിയോടുള്ള പ്രേമമാണ് 9 മാസം ചുമന്ന് നടക്കാൻ വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, എങ്കിലും തന്റെ കുട്ടിയെ കാണാനെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അവരെന്ത് ത്യാഗം സഹിച്ച് അതിനെ 9 മാസം ചുമന്ന് നടക്കുന്നു അല്ലേ. അപ്പൊ ആ പ്രേമം ഉണ്ടെങ്കിൽ നമുക്ക് ആ ബോറിങ് ഉണ്ടാവില്ല, അതുപോലെ വിഷമം ഉണ്ടാവില്ല, പരാതി ഉണ്ടാവില്ല, പരിഭവങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു പ്രേമത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം സനാതന ധർമ്മത്തിന്റെ പ്രസക്തിയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞു സനാതന ധർമ്മം ആധ്യാത്മികതയിൽ ഊന്നിക്കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ശരിയാണ്, സത്യമാണ് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു വസ്തുവിന്റെ ധർമ്മം ആണ് ആ വസ്തുവിനെ ആ വസ്തുവായി നിലനിർത്തുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാല് അഗ്നിയെ അഗ്നിയായി നിലനിർത്തുന്നത് അതിന്റെ ചൂടും വെളിച്ചവുമാണ്. ഈ ചൂടും വെളിച്ചവും ആ വസ്തുവിൽ ഇല്ലാണ്ടായാൽ അഗ്നി എന്ന് പറഞ്ഞ് വെറും കരിക്കട്ടയായിട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ചാരമായിട്ടിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് അഗ്നി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു വസ്തുവിന്റെ ധർമ്മം എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ചൂടും ആ വസ്തുവിനെ ആ വസ്തുവായി നിലനിർത്തുന്നതാണ് അതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ ഒരു മനുഷ്യന്റെ ധർമ്മം എന്താണ് അതറിഞ്ഞ്, ആ ധർമ്മം എന്താണെന്ന് അറിഞ്ഞ് അവൻ ജീവിക്കുമ്പോൾ മാത്രമാണ് അവൻ മനുഷ്യനാകുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഉണ്ടെന്ന് പറയും. ഒന്ന് അവൻ ജനിച്ച ദിവസം, അത് നമുക്ക് എല്ലാവർക്കും അറിവുണ്ടാവും, നമ്മളത് ആഘോഷിക്കാറൊക്കെ ഉണ്ട്, അങ്ങനെ വരും. രണ്ടാമത്തെ ആ ദിവസം എന്ന് പറയുന്നത് താൻ എന്തിനു വേണ്ടിയാണോ ജനിച്ചു എന്ന് തിരിച്ചറിയുന്ന ദിവസമാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചു എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരണം. ആ അറിവ് വരുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെയൊക്കെ 99% ആളുകളിലും ഈ രണ്ടാമത്തെ ദിവസം അറിയാറില്ല. നമ്മൾ ഇതറിയാതെയാണ് ജീവിച്ചു പോണത്. രണ്ടാമത്തെ ദിവസം ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു എന്ന് തിരിച്ചറിയുന്ന ഒരറിവ്, അത് വരുമ്പോൾ മാത്രമേ മനുഷ്യജന്മത്തിന്റെ ആ ഫലം നമ്മൾ ജീവിച്ചുകൊണ്ട് കിട്ടുന്നു. ഇവിടെ പറഞ്ഞപ്പോ ഈ ഇൻട്രൊഡക്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് തന്നെ അത്ഭുതം തോന്നും. കാരണം ഇന്നത്തെ ലോകം ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ജനങ്ങൾ സ്വാർത്ഥപരമായി അവരുടെ കാര്യങ്ങളും അവരുടെ 10 ജന്മത്തേക്ക് അല്ല 10 തലമുറയ്ക്കുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടി അതിന്റെ സമ്പാദനമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അതിലേക്ക് വേണ്ടി ജീവിതം ഇങ്ങനെ അങ്ങ് അലഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഈ ഒരു സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഈ ഒരു ലോകത്തില് പിന്നെ ഇത്രയും പേര് ഈ 5 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നും. കാരണം അമ്മ ഞങ്ങളോട് എപ്പോഴും പറയും, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മരണമല്ല. കാരണം മരണം ഏതൊരു ജീവി ജനിച്ചാലും മരണം സുനിശ്ചിതമാണ്, അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. എല്ലാവരും ഇവൻ മഹാത്മാക്കളായാലും മരണത്തിന് അവര് കീഴടങ്ങിയേ പറ്റും. പിന്നെ എന്താണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്? അവൻ ജീവിച്ചിരിക്കലെ അവന്റെ കഴിവുകളെ യഥാസമയം യഥാസ്ഥലത്ത് ഉപയോഗിക്കാതെ ഈ ലോകത്തുനിന്ന് വിട പറയുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും പേര് നിങ്ങളിൽ ഇത്രയും കുറച്ച് പ്രായമുള്ളവരുണ്ട്, റിട്ടയർ ആയവരൊക്കെ, എന്നിട്ട് പോലും ഈ ഇങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നല്ലൊരു ഇതില്. പിന്നെ 10-35 വർഷമായിട്ട് ഞാൻ രാജസ്ഥാനിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട് അമ്മയുടെ പരിപാടിക്കൊക്കെ ആയിട്ട്. അവിടെ ജയ്പൂരിൽ പരിപാടി നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മേവാറാണെന്ന് തോന്നുന്നു, ഒരു രജപുത്രയുടെ കോട്ടയിലൊക്കെ ഞങ്ങൾ കുളിക്കാറുണ്ട്.
എനിക്കിപ്പോ കഴിഞ്ഞ മാസം ജയ്പൂരിൽ വരാനായിട്ടൊരു ഇതുണ്ടായിരുന്നു. ബ്രഹ്മകുമാരിസിന്റെ അവര് കുറെ വിളിക്കുന്നത്. അവിടെ മൗണ്ട് അബു എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ട് ഞാനിപ്പോ ഇവിടുത്തെ പ്രോഗ്രാമിന്റെ തിരക്കും ഇതൊക്കെ കാരണം അത് കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ ഇനി എന്റെ ഇവിടുത്തെ പ്രോഗ്രാമിന്റെ കുറഞ്ഞ് ഏപ്രിൽ മെയ് ഒക്കെ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു തവണ വരും വിചാരിക്കണം. അപ്പൊ അതുപോലെ ആണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 2 ദിവസങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ജനന ദിവസവും ഒന്ന് താൻ എന്തിനു വേണ്ടി ജനിച്ചു എന്ന ഒരു ഓർമ്മ വരുന്നതുമാണ് ഈ നമ്മുടെ ജീവിതത്തിൽ 2 പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ട് പറയും. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർമ്മ വരുന്നത്, ഒരിക്കലും ഒരു വലിയ കമ്പനിയിൽ CEO ആയിട്ട് ഒരു പുതിയ ആളെ നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹം ചാർജ് എടുക്കാൻ വേണ്ടി ആ കമ്പനിയിലേക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വരാം. ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഈ കമ്പനിയുടെ ഗേറ്റിന് അവിടെ എത്തിയപ്പോൾ ആ ഗേറ്റ് മാൻ ഇദ്ദേഹത്തെ തടഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പൊ അദ്ദേഹം മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ ആ കമ്പനിയിലെ ആളുകള് ഈ പുതിയ സിഇഒനെ സ്വീകരിക്കാനായിട്ട് ആ കമ്പനിയുടെ മുൻപില് തന്നെ അവര് ബൊക്കയും മാലയൊക്കെ ആയിട്ട് നിൽക്കാൻ. അവരിൽ 1-2 ആൾ ഓടി വന്ന് ഈ ഗേറ്റ്മാനോട് പറഞ്ഞു, അയ്യോ അദ്ദേഹത്തിന്റെ വണ്ടി തടയില്ല, അദ്ദേഹം പുതിയ സിഇഒ ആണ്, ഇവിടെ വരുന്ന ആളാണ്. അപ്പൊ തന്നെ ചെന്ന് ഈ ഗേറ്റ്മാൻ ഈ ആളോട് മാപ്പ് ചോദിച്ചു, ക്ഷമിക്കണം, എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല സാല എന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഈ സിഇഒ അവിടെ ഈ ഓഫീസിന്റെ അവിടെ എത്തി അവരുടെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ പോയിരുന്നു. അദ്ദേഹം ആദ്യമായി തന്നെ പറഞ്ഞ് ഓർഡർ ഇട്ടത് ഈ ഗേറ്റ്മാനെ വിളിച്ചു കൊണ്ടുവരാനാണ്. അങ്ങനെ ഗേറ്റ്മാൻ വന്നു. അപ്പൊ ഈ ഗേറ്റ്മാനോട് ഗേറ്റ്മാൻ വിചാരിച്ച എന്റെ ജോലി പോയി തന്നെ, കാരണം അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രശ്നം വന്നത്. അതുകൊണ്ട് ഈ ഗേറ്റ്മാൻ വന്നപ്പോൾ ഈ പുതിയ സിഇഒ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു പണിഷ്മെന്റ് തരാൻ പോകും. അത് ഇതാണ്, നിങ്ങൾ എന്നും എന്റെ ഈ ഓഫീസിൽ വരണം, എന്നിട്ട് എന്നോട് ചോദിക്കണം, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്ന് ചോദിക്കണം. അതിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ ഇൻക്രീസ് ചെയ്ത് തരുന്നതായിരിക്കുന്നു. അപ്പൊ എന്താണ് ഇതിന് നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മൾ എന്നും ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ആരാണ്, നമ്മൾ എന്തിനു വേണ്ടി ലോകത്ത് വന്നു എന്നുള്ളൊരു കാര്യം ഈ ഒരു ഇതിലൂടെ നമ്മൾ ചിന്തിക്കണമെന്നാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളത് ചിന്തിക്കാറില്ല. നമ്മളുടെ ഇത് കൊണ്ടായിരിക്കാം, അങ്ങനെയാണ് ചിന്തിക്കണമെന്ന് പറയാം ജന്മത്തിൽ. അതിന് നാം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആധ്യാത്മികത മനസ്സിലാക്കണം. അതെന്താണ്? അത് അവനവനെ കുറിച്ചുള്ള അറിവാണ് ആധ്യാത്മികത. നമുക്ക് മറ്റുള്ള എല്ലാ അറിവുകളും ബാഹ്യമായേ നിൽക്കുള്ളൂ. ഏതൊരു അറിവും നമുക്ക് നേടാം, പക്ഷെ ആ അറിവെല്ലാം നമുക്ക് ബാഹ്യമായ കാര്യങ്ങൾ നേടാനോ അതിന്റെ അറിവ് നിൽക്കുള്ളൂ. നമ്മളെ കുറിച്ചുള്ള അറിവ്, അതിന് ആധ്യാത്മികത നമ്മൾ മനസ്സിലാക്കണം. അതിന് അന്തർമുഖമാകണം എന്ന് പറയും. ബാക്കിയുള്ള അറിവുകൾക്കൊക്കെ നമുക്ക് അന്തർമുഖമാകണമെന്നില്ല. നമുക്ക് അതിൽ ഫോക്കസ് ചെയ്താൽ നമുക്കത് നേടിയെടുക്കാവുന്നുള്ളൂ. അമ്മ എപ്പോഴും ഞങ്ങളോട് പറയും, ഈശ്വരൻ ഉള്ളിലുണ്ട് നമ്മുടെ, പക്ഷെ നമ്മുടെ മനസ്സ് ഉള്ളിലില്ല. മനസ്സ് ബഹിർമുഖമായിരിക്കാം. ആ ബഹിർമുഖമായ മനസ്സിനെ അന്തർമുഖമാക്കുന്നതാണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത്. അന്തർമുഖതയിൽ നിന്നാണ് നമ്മുടെ ഋഷിമാരും നമ്മുടെ മഹാത്മാക്കളും ഒക്കെ നേടിയിരിക്കുന്നത്. അതിൽ നിന്നാണ് നേടേണ്ടത്. അപ്പൊ ഈ ഒരു അറിവാണ് നമ്മൾ വേദാന്തം കൊണ്ട് നേടേണ്ടത്. അതുകൊണ്ട് എന്റെ ഗുരുവായ അമ്മ ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറയുന്നു, ക്ഷേത്രത്തിൽ ജനിക്കാം, എന്നാൽ ക്ഷേത്രത്തിൽ മരിക്കരുതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ക്ഷേത്രത്തിൽ പ്രസവിക്കാന്നോ ക്ഷേത്രത്തിൽ മരിക്കാന്നോ അല്ല. ആധ്യാത്മികത ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങും. ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പ്രാർത്ഥനയും പൂജയും ആണ്ടുതോറുള്ള ഉത്സവം കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയാണ്. അതുപോരാ. അവിടെ നിന്ന് നമ്മൾ ആധ്യാത്മികതയിലേക്ക് തിരിയണം. അവിടെയാണ് നമ്മുടെ ഈ ഉപനിഷത്തുകളുള്ള പഠനം, ബ്രഹ്മസൂത്രം പോലുള്ള ഗീതകളുടെ പഠനം, ഗീതാ പഠനം, അതേപോലെ നമ്മുടെ രാമായണം മഹാഭാരതം ഒക്കെ പഠിക്കണമെന്ന് വേണം. വ്യാസഭഗവാൻ ഈ ഓരോ ഗ്രന്ഥങ്ങളിലൂടെ ഓരോ കഥാപാത്രത്തിലൂടെ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് എങ്ങനെ അതിനെ തരണം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നതാണ് ഓരോ കഥാപാത്രത്തിലൂടെയും വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്നാണ് നമ്മൾ ആധ്യാത്മികത മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പൊ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം തന്നിലും മറ്റൊരാളിലും കുടികൊള്ളുന്നത് ഒരേ ആത്മാവാണെന്നുള്ള തിരിച്ചറിവാണ്.
ഈ ഒരു തിരിച്ചറിവ് വരുമ്പോൾ അവിടെ പിന്നെ നമുക്ക് അവരിൽ വ്യത്യാസം കാണാൻ തോന്നില്ല. നമുക്ക് എങ്ങനെയാ എന്തെല്ലാം ആവശ്യമുണ്ടോ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേദന വരുന്നുണ്ട്, ഇതൊന്നും മറ്റുള്ള ഒരാളിലേക്ക് നമ്മൾ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യാനോ നമുക്ക് ആവശ്യമുള്ളത് മറ്റൊരാൾക്കും വേണം, നമുക്ക് പാടില്ലാത്ത മറ്റൊരാൾക്കും പാടില്ല എന്നുള്ളൊരു ബോധം നമ്മളിൽ വരുന്നു. ഈ ഒരു അന്തർമുഖമായി നിൽക്കുന്ന ഒരു മനസ്സിൽ ഈ ഒരു അറിവ് വരുമ്പോഴാണ് നമുക്കിത് അനുഭവമാകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവത്തിന്റെ തലത്തിൽ വർത്തിക്കുന്നവരാണ് ഈ സനാതന ധർമ്മത്തിന്റെ ധർമ്മികൾ എന്ന് നമ്മൾ വിളിക്കുന്നത്, അവരെ വിളിക്കുന്നത്. അവരങ്ങനെയാണ് ആകേണ്ടത്. ഈ അനുഭവം നേരത്തെ പറഞ്ഞ ആചരണത്തിലൂടെ എന്നതാണ്. ഏതൊരു അറിവും അനുഭവമാകുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഫലം കിട്ടുള്ളൂ. ഒരു അറിവ് പൂർണ്ണമാകുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഫലം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ എന്ത് വരുന്നു വെച്ചാൽ, അതിപ്പോ തത്തമ്മ പറയും, ടേപ്പ് റെക്കോർഡ് പറയും, നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന മാതിരി ചെയ്യും. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താ ഉപകാരം? ഞങ്ങൾക്ക് എപ്പോഴും അമ്മ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത് എന്താണ് പറയും, ജീവിതം അനുഭവമാകണം. അദ്വൈതം അല്ലെങ്കിൽ വേദാന്തം അത് അനുഭവമാകുമ്പോൾ മാത്രമേ നമുക്കതുകൊണ്ട് ഗുണമുള്ളൂ എന്ന് പറയും. പറയുന്നത് എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം സ്വാമി. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു അനുഭവം ഞാൻ പറയാണ്. 45 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആശ്രമത്തില് ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്നത്തെ മൂത്ത സ്വാമിമാര് ആശ്രമത്തിൽ ജോയിൻ ചെയ്ത സമയം. അപ്പൊ ഇന്നത്തെ അമൃത സ്വരൂപാനന്ദപുരി സ്വാമികൾ, സ്വാമിജി എന്ന് വിളിക്കുന്നത്, ആശ്രമത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. സ്വാമിയെ അമ്മ MA ഫിലോസഫി പഠിക്കാനായിട്ട് വിട്ടിരുന്നു. അങ്ങനെ സ്വാമി പോയി, പഠനമൊക്കെ കഴിഞ്ഞ് പരീക്ഷയെല്ലാം പാസ്സായി നല്ല മാർക്കോടെ തിരിച്ചു വന്ന് ആശ്രമത്തിൽ വന്ന്, അപ്പൊ അവിടെ ഭക്തര് അമ്മയുടെ ദർശനത്തിന് വന്നവരുമായി നിന്നിട്ട് സ്വാമി ഈ പഠിച്ച വേദാന്തം അവരോട് പറയായിരുന്നു. ഇത് അമ്മയുടെ റൂമിൽ നിന്ന് നോക്കി എന്താണെന്നുള്ള സംഭവം. അപ്പൊ സ്വാമിജി ഇങ്ങനെ അവരോട് സംസാരിക്കുന്നതായിട്ട് കണ്ടത്, വേദാന്തം പറയുന്നതായിട്ടാണ് അമ്മ കേട്ടത്. അപ്പോൾ തന്നെ അമ്മ റൂമിലെ ഒരാളെ വിളിച്ചിട്ട് ഒരു കടലാസിൽ ഒരു എന്തോ എഴുതിയിട്ട് ഇത് സ്വാമിയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വാമിജിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. സ്വാമിജി അത് നോക്കി, വായിച്ചു നോക്കി. അപ്പൊ അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മുകളിൽ തേൻ എന്ന് എഴുതിയിരിക്കുന്നു, അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, ഇത് നക്കി നോക്കിയിട്ട് മോന് മധുരമുണ്ടെങ്കിൽ അമ്മയെ അറിയിക്കണമെന്നായിരുന്നു അടിയിലെ വരി. സ്വാമിജി ഇത് വായിച്ച് നേരെ അമ്മയുടെ റൂമിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് അമ്മയെ ഇത് കാണിച്ചിട്ട് ചോദിച്ചു, സ്വാമി അമ്മയെ തേന്ന് കടലാസിൽ എഴുതി നക്കിയാൽ എങ്ങനെ മധുരം കിട്ടാം എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, മോൻ ഇപ്പോൾ ചെയ്യുന്നത് അതാണ്. വേദാന്തം പഠിച്ച് മോന്റെ ജീവിതമായിട്ടില്ലല്ലോ, ജീവിതത്തിൽ പകർത്തിയിട്ടില്ല, ബുദ്ധിയിൽ പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് പറയുന്നത് അത് ഇതേപോലെയാണ്, കടലാസിലെ തേൻ നക്കുന്ന പോലെയാണ്, നമുക്ക് മധുരം അനുഭവമാകില്ല എന്ന് പറഞ്ഞു. ഇതാണ് അമ്മ ഞങ്ങളെ ഓരോ ഇതിലൂടെയും പഠിപ്പിച്ചു തരുന്നത്, ഓരോ അനുഭവങ്ങളിലൂടെയുമാണ് അമ്മ നമ്മളെ ഓരോന്ന് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ശരിയാണ്, സത്യമാണ്. ഏത് വേദാന്തമായാലും നമ്മുടെ ജീവിതത്തിൽ പകരുമ്പോൾ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം, പഠിപ്പിക്കാം, അത് ശരി തന്നെയാണ്, അതിനൊരു വശമുണ്ട്, നല്ലത് തന്നെയാണത്. പക്ഷെ എന്തായാലും നമ്മൾ നീന്തലിനെ കുറിച്ച് എത്ര പുസ്തകം വേണമെങ്കിലും നമുക്ക് വായിച്ചു പഠിക്കാം. പക്ഷേ ആ വായിച്ചു പഠിച്ച ആൾ ആരെങ്കിലും വെള്ളത്തിലേക്ക് തള്ളിയിട്ടാൽ വെള്ളം കുടിക്കും. ഒരുപക്ഷെ ആരും കണ്ടില്ലെങ്കിൽ അവൻ മരണം വരെ സംഭവിക്കാം. എന്തുകൊണ്ട്? നീന്തലിനെ കുറിച്ച് വായിച്ചു പഠിച്ചിട്ടുള്ളൂ, ഒരിക്കലും അത് ജീവിത അനുഭവമായിട്ടില്ല. അത് ജീവിത അനുഭവം വരുമ്പോൾ മാത്രമേ ആ വെള്ളത്തിലെ നീന്തൽ പഠിച്ച് അതിൽ നിന്ന് തരണം ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളിത് പഠിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ ഒരു മുല്ലയ്ക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്കൊരു ഗീതാജ്ഞാന യജ്ഞം ഉദ്ഘാടനത്തിന് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആലപ്പുഴയിലേക്ക് പോയപ്പോൾ ആലപ്പുഴയിൽ എത്തണതിന് 3-4 കിലോമീറ്റർ മുൻപ് അവിടെ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഹൈവേന്റെ പണി നടക്കണം. അപ്പൊ എന്റെ ഡ്രൈവർ പറഞ്ഞു, വണ്ടി പോകാൻ പറ്റില്ല സ്വാമി, ഇങ്ങനെയാണ്, അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, എന്ത് ചെയ്യുന്നു വെച്ചു. അപ്പൊ വഴി പിന്നെ ഏത് വഴിക്ക് പോകണം എന്നുള്ളത് അറിയുന്നില്ല. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് എന്റെ വണ്ടി അവിടെ ട്രാഫിക്കായിട്ട് വണ്ടികളെല്ലാം നിർത്തിയിരിക്കുകയാണ്. ഞാനും ഗ്ലാസ് തുറന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു അമ്മ കണ്ടു, കുറച്ച് പ്രായമുള്ളതാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ മുല്ലയ്ക്കലിക്ക്, ആലപ്പുഴയിലെ മുല്ലയ്ക്കലിക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, ആ ഒരു വഴി കാണിച്ചു തന്നിട്ട് ഈ വഴിക്ക് റൈറ്റ് പോയാൽ
നിങ്ങൾക്ക് ഒരു 1/2 കിലോമീറ്റർ ഒരു ജംഗ്ഷൻ കാണും, നാലും കൂടി. അതിൽ നിന്ന് ഇടത്തോട്ട് നേരെ പോയാൽ നിങ്ങൾ മുല്ലിക്കൽ ജംഗ്ഷനിലെത്തും. അവിടെയാണ് നിങ്ങൾ പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോവാൻ നേരത്ത് അവരെന്നോട് ചോദിച്ചു, സ്വാമി ഞാനും കൂടി വരട്ടെ, ഞാൻ അങ്ങോട്ടാണെന്ന്. ഞാൻ പറഞ്ഞു വരൂ, തീർച്ചയായും വരൂ, കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും കൂട്ടി വണ്ടിയിലോട്ട് കയറ്റി ഞങ്ങൾ പോകുമ്പോൾ അവരെന്നോട് ചോദിച്ചു, സ്വാമി എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മുല്ലയ്ക്കലെ ഒരു ഗീതാ ജ്ഞാനയജ്ഞത്തിന് ഉദ്ഘാടനത്തിന് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടിയിലിരുന്ന ആ അമ്മ പറഞ്ഞു, ഞാൻ വളരെ വർഷങ്ങളായിട്ട് ഗീത പഠിക്കുന്ന ആളാണ്. മാത്രമല്ല ഞാൻ വളരെയധികം കുട്ടികളെയും ഗീത പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആ ഗീത കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. തുറന്നു പറഞ്ഞവര്. ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. കാരണം അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ജോലി ചെയ്യണമെന്ന്, ജോലി ചെയ്തിരുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, 7 വർഷം മുമ്പേ റിട്ടയർ ആയി. ഞാൻ ചോദിച്ചു എന്താണ് പഠിപ്പിച്ച സബ്ജക്ട് എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, കെമിസ്ട്രി ഞാൻ പഠിപ്പിച്ചിരുന്നു, 8, 9, 10 പഠിപ്പിച്ചിരുന്നു. ഓ ശരി. അപ്പൊ ഞാൻ ചോദിച്ചു, അതിൽ നിങ്ങൾ പിന്നെ പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഓ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പൊട്ടാസ്യം സയനൈഡിനെ കുറിച്ച് ഇത്രയും വർഷം പഠിച്ചിട്ടും ഇത്രയും വർഷം പഠിപ്പിച്ചിട്ടും ടീച്ചർ മരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡിന്റെ ഉപയോഗം ടീച്ചർക്ക് ഉണ്ടായില്ലല്ലോ. പിന്നെ പഠിപ്പിച്ച കുട്ടികൾ അവരിത് പഠിച്ചു എന്ന് കരുതി അവര് മരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ദൂഷ്യവശം ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണത്? ആ പൊട്ടാസ്യം സയനൈഡ് ഒരു തുള്ളി നമ്മുടെ നാവിൽ ഒഴിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ അനുഭവം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളായാലും അവരിത് ചെയ്യുമ്പോഴേ അവർക്ക് അതിന്റെ അനുഭവം ഉണ്ടാവുള്ളൂ, അല്ലേ? അതുപോലെ ഗീത നമ്മൾ എത്ര വർഷം പഠിച്ചു, എത്ര വർഷം പഠിപ്പിച്ചു എന്നുള്ളതല്ല, അതിലേതെങ്കിലും ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ അനുഭവം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഗീതയിൽ 700 ശ്ലോകങ്ങളുണ്ട്. ഈ 700 ശ്ലോകത്തിലെ ഒരു ശ്ലോകത്തിൽ നിന്ന് ഒരു വരി എടുത്താൽ മാത്രം അതിന്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ആ വരിയാണ് അസുഖം ലോകം. ഈ ലോകം അനിത്യമാണ്, നിത്യമല്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് പറയും. പിന്നെ അസുഖം എന്ന് പറഞ്ഞാൽ ദുഃഖം നിറഞ്ഞാണെന്ന് പറയും. അപ്പോ ഈ ലോകം അനിത്യമാണ്, നിത്യമല്ല. നമ്മൾ ഏതൊരു വസ്തുവിനെ ആശ്രയിച്ചു നോക്കിയോ നിത്യമായ ശാന്തി തരാൻ ആ വസ്തുവിന് കഴിയില്ല. സത്യമാണ്. നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ച് നമ്മൾ നോക്കും, ദുഃഖമാണ്, അത് ദുഃഖം നിറഞ്ഞതാണ്. അനുഭവം നമുക്ക് സുഖം പോലെ തോന്നും, അതിനൊരിക്കലും പെർമനന്റ് ആയിട്ട് നമുക്കൊരു സുഖം തരാൻ തോന്നില്ല. എന്റെ ഗുരുവായ അമ്മ പറയും, നദിയുടെ പടം വരച്ചിട്ട് നമ്മള് ദാഹം തീർക്കാൻ പോയാൽ എന്ത് നടക്കും? ഒരിക്കലും നടക്കില്ല. ദാഹം മാറണമെങ്കിൽ നദിയിൽ പോയി വെള്ളം കുടിക്കണം എന്ന് പറയും. അപ്പൊ ഈ പൊട്ടാസ്യം സയനൈഡ് ഇത്രയും കാലം പഠിപ്പിച്ചെങ്കിൽ ഒരു തുള്ളി പോലും നാക്കിൽ ഒഴിച്ചിട്ടില്ല. നാക്കിൽ ഒഴിച്ചെങ്കിൽ അതിന്റെ ഗുണം കിട്ടുമായിരുന്നു. ഗുണദോഷം എന്താണെന്ന് വെച്ചാൽ അത് കിട്ടും, അല്ലേ? അപ്പൊ അതുപോലെയാണ് നമ്മൾ എത്ര ഗീത പഠിച്ചു എന്നുള്ളതല്ല, എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ് അതിന്റെ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോകുന്നത്? നമുക്ക് പുറത്തെ വസ്തുക്കളിൽ നിന്ന് ആനന്ദം കിട്ടുമെന്നുള്ളൊരു ചിന്ത നമ്മളിൽ അടിയുറച്ചിരിക്കുകയാണ്. ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ കാണുന്നത്. കുട്ടിയായിരിക്കും, അമ്മയുടെ മുലപ്പാൽ കുടിക്കും, അത് കഴിഞ്ഞ് നമ്മൾക്ക് ഒരു കളിപ്പാട്ടങ്ങളിലൂടെ കാണും, അത് കഴിഞ്ഞ് നമുക്ക് മധുരമുള്ള ബിസ്ക്കറ്റുകൾ, മിഠായികൾ, ചോക്ലേറ്റുകൾ അങ്ങനെ കിട്ടും. അങ്ങനെ ഓരോ പ്രായം കഴിയുന്തോറും നമ്മൾ വസ്തുക്കളെ ആശ്രയിച്ച് സന്തോഷം കണ്ട് എത്തിപ്പോകും. അപ്പൊ നമ്മുടെ ധാരണ എന്താണ്? വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് ഈ സന്തോഷം കിട്ടുന്നത്. എൻ്റെ ഗുരുവായ അമ്മ പറയും, പട്ടി എല്ല് കടിക്കുന്ന പോലെയാണ്. പട്ടി എല്ല് കുറേ നേരം കടിക്കുന്ന കാണാം. സത്യത്തിൽ ആ എല്ലിൽ നിന്ന് അതിന് ഒന്നും കിട്ടുന്നില്ല. പിന്നെ എന്താണ് അത് കുറെ കടിക്കുന്നത്? ഈ എല്ല് കടിക്കുമ്പോൾ അതിന്റെ മോണ കീറി രക്തം ഈ എല്ലിലേക്ക് വരുന്നു. ഈ പട്ടി എന്താ ചെയ്യണം? ആ രക്തം തന്നെയാണ് നക്കുന്നത്. അപ്പൊ അതിന്റെ വിചാരം എനിക്ക് ഈ ആനന്ദം കിട്ടുന്നത് ഈ എല്ലിൽ നിന്നാണെന്നാണ്. തന്റെ തന്നെ രക്തമാണ് അത് നക്കുന്നത് എന്നുള്ള ബോധം അതിന് വരുന്നില്ല. അതുകൊണ്ട് അമ്മ ഇപ്പോഴും പറയുന്നു, സന്തോഷത്തിന് വേണ്ടി പുറത്തെ വസ്തുക്കളെ നമ്മൾ ആശ്രയിക്കുന്നത് കരയിലൂടെ ബോട്ടടിക്കാൻ ശ്രമിക്കുന്ന പോലെ. അതൊരിക്കലും നമുക്ക് ആ ബോട്ട് കരയിലൂടെ ഓടിക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏതൊരു വസ്തു എടുത്താലും നമുക്ക്
സ്ഥിരമായ ആനന്ദം തരാൻ അതിന് കഴിയില്ല. അതിന് ഒരു പരിധിയുണ്ട് എന്നാണ് ഈ ഒരു വരി, അനിത്യം അസുഖം ലോകം എന്ന ഗീതയിലെ ഒരു വരി നമ്മളെ പഠിപ്പിക്കും. ഇത് മാത്രം മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇന്നർ ബേണിംഗ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും. ചില സമയങ്ങളിൽ ആലോചിച്ച് നോക്കിയാൽ ഒരു ഉള്ളിലൊരു എരിച്ചിൽ മാറാറില്ല. അത് അറിവ് വരാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ ലോകത്ത് നിന്ന് പല രീതിയിലും നമ്മൾ ശാന്തിയും സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതൊരിക്കലും പെർമനന്റ് ആയിട്ട് കിട്ടുന്നില്ല. അതാണ് നമ്മുടെ ഉള്ളിലെ ഒരു എരിച്ചലിന്റെ ഒരു ഇത്. അമ്മ പറയും, ഇന്നത്തെ സാധാരണ ജനങ്ങൾ കിടന്നുറങ്ങുന്നത്, ഒരു ഉദാഹരണം അമ്മ പറയും, ഒരു വലിയ മരം, ആ മരത്തിൽ ഒരു പൊത്തിലൊരു മൂർഖം പാമ്പിരിക്കുന്നത് നമ്മൾ കാണും. നമ്മൾ ആ മരത്തിന്റെ അടിയിൽ കിടന്നുറങ്ങാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? നമ്മൾ ഈ പാമ്പിനെ കണ്ടുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. ഈ പാമ്പ് വരുമോ, എന്നെ കടിക്കോ, ഞാൻ മരിക്കോ, ഇങ്ങനെയുള്ള ഒരു ചിന്ത കൊണ്ട് നമുക്ക് അവിടെ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇതുപോലെയാണ് നമ്മളിൽ 90% ജനങ്ങളും ഉറങ്ങുന്നത്. ഈ ഒരു ഒരു ഇന്നർ ബേണിംഗ് നമുക്കുണ്ട്, ഒരു എരിച്ചിൽ, അത് മാറാറില്ല. അതുകൊണ്ടാണ് ഈ ആധ്യാത്മികത നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനം കിട്ടുള്ളൂ. സ്ഥിരമായ ഒരു ശാന്തിയും സമാധാനം എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ, ഈ ലോകത്തിലെയും ലോക വസ്തുക്കളുടെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ശാന്തി നമുക്ക് കിട്ടുള്ളൂ. ലോക വസ്തുക്കളുടെ സ്വഭാവം മനസ്സിലാക്കി നമുക്ക് ഈ ലോകത്തിൽ ഒട്ടലില്ലാതെ ജീവിക്കാം. അതാണ് ആധ്യാത്മികത പഠിപ്പിക്കുന്നത്. നമ്മളെ ഈ ലോകത്തെ എങ്ങനെ ഒട്ടലും മമതയും ബന്ധമില്ലാതെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്നതാണ് ആധ്യാത്മികത. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഗീത പറയും, അശാന്തസ്യ കുതസുഖം എന്ന് പറയും. അതായത് അശാന്തിയുള്ള മനസ്സിന് സുഖം എവിടെ കിട്ടും? സുഖം കിട്ടണമെങ്കിൽ നമുക്ക് മനസ്സിന് ശാന്തി വേണം. ആ ശാന്തി എവിടെ നിന്ന് കിട്ടണം? അതിന് നമ്മൾ ഈ ആധ്യാത്മികത മനസ്സിലാക്കണം എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഞാൻ ഈയിടെ ഒരു റിപ്പോർട്ട് വായിക്കാൻ ഇടയായി. അപ്പൊ ആ റിപ്പോർട്ട് എങ്ങനെയാണ്, ഒരു വർഷത്തെ കേരളത്തിൽ നടക്കുന്ന കല്യാണങ്ങളുടെ എണ്ണം എടുത്തവർ, അതിൽ 30% ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിവാഹ ബന്ധങ്ങൾ വേർപ്പെടും. അപ്പൊ ഈ റിപ്പോർട്ടർ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഔദ്യോഗികമായ കണക്കാണ്. ഇനി ഈ ഔദ്യോഗികമല്ലാതെ ഏകദേശം ഇത്രത്തോളം തന്നെ ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലായിട്ട് കഴിയുന്നുണ്ട്. 1,10,000-ഓളം വിവാഹത്തിന്റെ പുള്ളി പഠിച്ചതിൽ 33,000-ഓളം വിവാഹ ബന്ധങ്ങൾ ഒഫീഷ്യലായിട്ട് വേർപ്പെട്ടിരിക്കും. ഏകദേശം അത്രയും തന്നെ ഭാര്യ ഭാര്യയുടെ വീട്ടിലും ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലായിട്ട് ഔദ്യോഗികമല്ലാതെ വേർപിരിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എവിടം വരെ എത്തിയിരിക്കുന്നു? നമ്മുടെ വിദേശക്കാരേക്കാളും വെട്ടിക്കുന്ന രീതിയിലായിട്ട് പോയിരിക്കുന്നു. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ തത്വം? എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ? അതെന്താണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നില്ല. മനുഷ്യന്റെ മനസ്സാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമെന്ന് പറയും. മനയേവ മനുഷ്യാണം കാരണം ബന്ധ മോക്ഷ എന്ന് പറയും. മനുഷ്യന്റെ മനസ്സാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത്. ഈ മനസ്സ് മാറണമെങ്കിൽ കാഴ്ചപ്പാട് മാറണം. ആ കാഴ്ചപ്പാട് മാറണമെങ്കിൽ നമുക്ക് അവിടെ അറിവ് വരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കാഴ്ചപ്പാട് മാറുമ്പോൾ എന്തുണ്ടാവും? അമ്മ അതിമനോഹരമായൊരു ഉദാഹരണം പറയും ഞങ്ങളോട്. ഒരു പെട്ടി തുറക്കാനും അതേമാതിരി തന്നെ അത് പൂട്ടാനും നമ്മൾ ഒരേ താക്കോൽ ഉപയോഗിക്കും. വലത്തോട്ട് പിരിച്ചാൽ അത് പൂട്ടാം, ഇടത്തോട്ട് പിരിച്ചാൽ അത് തുറക്കാം. ഒരേ ഒരു താക്കോലാണ് ഈ പൂട്ടാനും തുറക്കാനും ഉപയോഗിക്കും. ഇതേപോലെ ഒരേ മനസ്സാണ് മനുഷ്യന്റെ ബന്ധത്തിനും ബന്ധമോക്ഷത്തിനും കാരണമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ പഠിപ്പിക്കുന്ന വിദ്യയാണ് ആധ്യാത്മിക വിദ്യ. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്നാണ് അമ്മ ഞങ്ങള് പഠിപ്പിക്കാറ്. എല്ലാം കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. കേൾക്കാം സ്വാമിജി. ഓക്കെ. അപ്പൊ വിശ്വാസമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നതെന്ന് പറയും. വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസത്തിന് നമുക്ക് അറിവും കൂടി വരണം. അറിവും കൂടി വരുമ്പോൾ മാത്രമേ നമുക്ക് ആ വിശ്വാസം ഉറക്കുകയുള്ളൂ. ഇപ്പൊ എനിക്ക് ഹൈ ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഷുഗർ ഉണ്ടെന്ന് ആരൊക്കെ അറിഞ്ഞിട്ട് അവര് പറഞ്ഞു, നല്ലൊരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം നല്ല മനുഷ്യനാണ്,
ഒരുപാട് പേര് ഷുഗറിന് മരുന്ന് കഴിച്ചാൽ അവരുടെ ഷുഗർ മാറി. അദ്ദേഹത്തോട് നല്ല വിശ്വാസം. അപ്പൊ എനിക്കും നല്ലൊരു വിശ്വാസം വന്നതുകൊണ്ട്, എനിക്ക് അദ്ദേഹത്തോട് വിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം എന്റെ രോഗം മാറും ഇല്ല. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, വിവരങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ചറിഞ്ഞ അദ്ദേഹം എനിക്കൊരു പ്രിസ്ക്രിപ്ഷൻ തന്നു, എനിക്കൊരു കുറിപ്പ് എഴുതി തന്നു. എനിക്ക് ഈ മരുന്ന് വാങ്ങിച്ചു കഴിക്കണം. അപ്പൊ എനിക്ക് അദ്ദേഹത്തോട് വിശ്വാസവുമായി ഈ മരുന്നും കഴിക്കണം. എന്നാലും മാറോ? എന്നാലും മാറില്ല. എന്താണ് പിന്നെ? അദ്ദേഹം ഈ മരുന്നിന്റെ കുറിപ്പ് തന്നിട്ട് പറയും, നിങ്ങൾക്ക് ഹൈ ഷുഗർ ആണ്, നിങ്ങൾ ഈ മരുന്ന് കഴിക്കണം. പോരാ, എന്നിട്ട് അദ്ദേഹം പറയും, നിങ്ങൾ ലഡു കഴിക്കാൻ പാടില്ല, ജിലേബി കഴിക്കാൻ പാടില്ല, നിങ്ങൾ പായസം കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ ഷുഗർ പിന്നെ അത്രയ്ക്കും ഹൈ ആയിരിക്കാണ്, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചാലും മാറണമെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യണം, ഇതെല്ലാം കഴിക്കാതിരിക്കണം, എങ്കിൽ മാത്രമേ മാറുള്ളൂ. അപ്പൊ അവിടെ ആ ഡോക്ടറോടുള്ള വിശ്വാസവും വേണം, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ഇതും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ആ ഷുഗർ എന്ന രോഗം മാറും. ഇതുപോലെ നമുക്ക് സംസാര ദുഃഖത്തിന്റെ ഒരു ഷുഗർ നമ്മൾ പിടികൂടിയിരിക്കുകയാണ്. ആ ഷുഗർ മാറണമെങ്കിൽ ആ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് മാറില്ല. അവിടെ നമുക്ക് ഈ അറിവും കൂടി നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ആ അറിവ് ഈ ഈശ്വരൻ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഈ അറിവിനോ അവിടെ മറ്റുള്ള ഇതിനൊന്നും അതിന്റെ ആവശ്യമില്ല. അത് നമുക്ക് നമ്മളിൽ വരുന്നില്ല. അങ്ങനെ വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും അവൻ ആ ഈശ്വരനെ സ്മരിക്കാതിരിക്കുന്നില്ല. കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ പെടയും. ആ വെള്ളം ഒന്ന് മാത്രമാണ് തന്റെ ജീവന്റെ ആധാരമെന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ ഒരു നിമിഷം പോലും ഈശ്വരനെ മറക്കാൻ കഴിയില്ല. അതാണ് അചഞ്ചലമായ വിശ്വാസം. അത് നമുക്കില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മളെ തന്നെ പരീക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാം നമുക്ക് അത്രയും വിശ്വാസം വന്നിട്ടില്ല. അത് പ്രഹ്ലാദനും രാജസ്ഥാനിലെ മീരാബായിക്കൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതൊക്കെ. അവരൊക്കെ ഈശ്വരനെ ഒരിക്കൽ പോലും കുറ്റം പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും പഴിചാരിയിട്ടില്ല അവരുടെ ജീവിത ദുഃഖങ്ങളെ അവർ ഫേസ് ചെയ്തപ്പോൾ. പ്രഹ്ലാദന്റെ കഥയൊക്കെ എടുത്തു നോക്കൂ. ഏതെല്ലാം സാഹചര്യത്തില് പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി സ്വന്തം അച്ഛൻ. ഒരിക്കൽ പോലും ഭഗവാനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഭഗവാൻ എന്നെ രക്ഷിക്കും, ഞാൻ ഭഗവാന്റെ കയ്യിലായിരിക്കണം എന്നുള്ള ദൃഢമായ വിശ്വാസം. ആ വിശ്വാസം അൺഷേക്കബിൾ, അചഞ്ചലമായ ഒരു വിശ്വാസമാണ് പ്രഹ്ലാദൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് പറയാൻ കാരണം, ഞാൻ കൊല്ലത്തൊരു ഗീതാജ്ഞാനയജ്ഞത്തിന് ഇതേപോലെ ഒരു ഭാഗവത സപ്താഹം ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോയി. ആ ഉദ്ഘാടനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു അമ്മ, അവര് റിട്ടയർഡ് ടീച്ചറായിരുന്നു, അവര് വന്ന് എന്നെ അടുത്ത് പറഞ്ഞു, സ്വാമി ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്രയോ വർഷമായിട്ട് വരുന്നു, എന്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് ഒരേ ഒരു മകളുള്ളൂ, അവരെ ഞാൻ പഠിപ്പിച്ചു, MA BEd പിന്നെ വേറെ ഏതൊക്കെയോ ഇതുകളൊക്കെ പഠിപ്പിച്ചു. ഒരു ജോലിക്ക് വേണ്ടി പല ക്ഷേത്രങ്ങളിലും പല സ്ഥാപനങ്ങളിലും ഞാൻ അപേക്ഷ കൊടുത്തു, പല PSC ടെസ്റ്റുകൾ എഴുതി, അവർക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ എത്രയോ പാൽപ്പായസം ഈ ക്ഷേത്രത്തിൽ കഴിച്ചു ജോലി കിട്ടാൻ വേണ്ടി, എത്രയോ നെയ്വിളക്ക് കഴിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ മകൾക്ക് ഒരു ജോലി കിട്ടുന്നില്ല, ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നില്ല സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ ഒരു ടീച്ചറല്ലേ, ഇത്ര അറിവുള്ള ആളല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളുടെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണോ ഈശ്വരനെ ജീവിക്കാനായിട്ട്? ഈശ്വരൻ ആരാണ്? നമ്മുടെ എന്തെങ്കിലും തുച്ഛമായിട്ട് നോക്കിയിരിക്കുന്ന ആളാണ് അല്ലേ? ഈശ്വരന്റെ ആണ് ഈ പ്രപഞ്ചം മുഴുവനും, ഈ സൃഷ്ടികർത്താവാണ് ഈശ്വരൻ. നമ്മുടെ ഒരു പാൽപ്പായസം കിട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നെയ്വിളക്ക് കണ്ടിട്ട് കണ്ണ് കാണുന്ന ആള് പാൽപ്പായസം കുടിച്ച് വിശപ്പ് മാറുന്ന ആളല്ല ഈശ്വരൻ. അപ്പൊ ഇത്രയും അറിവുള്ള ഒരു ടീച്ചറായിട്ട് പോലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിലൊക്കെ ആ വിശ്വാസങ്ങള് ചില സന്ദർഭങ്ങളിൽ വഴുതി പോകാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഈ അചഞ്ചലമായ വിശ്വാസം. ഈയിടെ അമ്മ അമേരിക്കൻ ടൂർ പോണതിന് മുമ്പ് ഞങ്ങളോടൊരു ആത്മവിശ്വാസത്തിന്റെ ഒരു കഥ പറഞ്ഞു. അപ്പൊ അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. കാരണം ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങള് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം. ഒരു മഹാത്മാവിന്റെ കൂടെ 37 വർഷം ജീവിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ ഞങ്ങൾക്ക്. കാരണം ആ വേദാന്തം ജീവിതത്തിൽ പകർത്തി അതായിത്തീർന്നവരാണ് മഹാത്മാക്കൾ. അപ്പൊ അമ്മയുടെ ജീവിതം ഞങ്ങൾ അങ്ങനെയാണല്ലോ കാണുന്നത്. അപ്പൊ അമ്മ ആത്മവിശ്വാസത്തിന്റെ ഒരു കഥ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടാവും ഇങ്ങനെ US ടൂർ പോണതിന് മുമ്പ്. ആ മീറ്റിംഗിൽ അമ്മ പറഞ്ഞ കഥ എനിക്ക് വളരെയധികം സന്തോഷമായി തോന്നിയ ഒരു കഥയാണ്. അത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ. ഒരു പാസഞ്ചർ കപ്പല്
പോയിക്കൊണ്ടിരിക്കുക കടലിലൂടെ. ഏകദേശം നല്ല ആഴത്തിലുള്ള സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കും. ആ കപ്പൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കാറ്റും മഴയും കോളും വന്ന് ഈ കപ്പൽ ആകെ ആടി ഉലയാൻ പോയി. അപ്പൊ ആളുകളെല്ലാം പകച്ചോടാൻ തുടങ്ങി. അപ്പൊ ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തു, കപ്പൽ ഏത് നിമിഷവും മുങ്ങാം, കാരണം പരിധിക്കും വിട്ടിട്ടാണ് കൺട്രോൾ പോയിക്കൊണ്ടിരിക്കുക. അത്രമായ ശക്തമായ കാറ്റും മഴയും അന്തരീക്ഷം ആകെ പ്രതികൂലമായി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലയുന്നു. ചിലർ ഈശ്വരനെ വിളിക്കുന്നു, ചിലർ കരയുന്നു, ചിലർ ആകെ ബോധം കെട്ടു പോകുന്നു. കാരണം മരണം മുന്നിൽ കാണാണ് എല്ലാവരും. കപ്പലിന്റെ എല്ലാവിധത്തിലുള്ള കൺട്രോളും പോയിരിക്കുക. ഇങ്ങനെയൊക്കെ ആൾക്കാർ, ആയിരക്കണക്കിന് ആളുകളുണ്ട് കപ്പലിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടലും പാട്ടലും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട്. അപ്പൊ ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ കപ്പലിൽ തന്നെ ഉണ്ട് ഭർത്താവ്. അങ്ങനെ അന്വേഷിച്ച് പോയി കണ്ടപ്പോൾ ഭർത്താവ് ഇരിക്കുന്നത് കണ്ടു. ഭർത്താവ് വളരെ കൂളായിരിക്കും. ഇത്രയും പ്രശ്നങ്ങൾ ഈ കപ്പലിൽ നടന്നിട്ട് തന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്ന രീതിയിൽ വളരെ കൂളായി ശാന്തമായിട്ടിരിക്കും. ഇത് കണ്ട് ഭാര്യ അടുത്ത് ചെന്ന് ചോദിച്ചു, ഹേ മനുഷ്യ, നിങ്ങളിത് കാണുന്നില്ലേ, നമ്മളെല്ലാം മരിക്കാൻ പോവാണ്, ഈ കപ്പൽ ഇതാ മുങ്ങാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ ആളുകളെല്ലാം വളരെയധികം വിഷമിച്ച് കരഞ്ഞും ജീവന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട മാത്രയില് ഭർത്താവ് തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു തോക്കെടുത്തും കാണിട്ട് ഭാര്യയെ വെടിവെക്കാൻ നോക്കി. ഭാര്യയുടെ നേർക്ക് ചൂണ്ടി. പക്ഷെ ഒരു തരി പോലും ആ ഭാര്യ പേടിച്ചില്ല. ഭാര്യ അതേ നിൽപ്പ് തന്നെ അവിടെ നിന്ന്. അപ്പൊ ഇത് കണ്ടപ്പോ ഭർത്താവ് ചോദിച്ചു, നിനക്ക് പേടിയില്ലേ, നിനക്കറിയില്ലേ ഇത് തോക്കാണെന്ന്, ഞാൻ വെടിവെച്ചാൽ പൊട്ടുമെന്ന് അറിയില്ലേ, പൊട്ടി നിന്റെ ദേഹത്ത് കൊണ്ടാൽ നീ അത് മരിക്കുമെന്നും അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഭാര്യ പറഞ്ഞു, എനിക്കറിയാം അത് തോക്കാണ്, വെടിവെച്ചാൽ പൊട്ടും, എന്റെ ദേഹത്ത് കൊണ്ടാൽ ഞാൻ മരിക്കുമെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ട് ഞാൻ പേടിച്ചില്ല എന്നായിരിക്കും നിങ്ങളുടെ വിചാരം അല്ലേ? അത് ആ തോക്കിരിക്കുന്നത് എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന്റെ കയ്യിലാണ്. അദ്ദേഹം അതൊരിക്കലും ചെയ്യില്ല എന്ന് എനിക്ക് ദൃഢമായ വിശ്വാസമാണ്. ഇനി അഥവാ ഭർത്താവ് എന്നെ വെടിവെച്ചാലും അതുകൊണ്ട് ഞാൻ മരിച്ചാലും ഞാൻ സന്തോഷമായിരിക്കും. എന്തുകൊണ്ട്? എന്നെ ഭർത്താവിന്റെ കൈ കൊണ്ട് എനിക്ക് മരിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയെന്ന് കരുതുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമായിരിക്കുന്നു പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്കും തിരിച്ചു പറയാനുള്ളത്. ഞാൻ ചെറുപ്പം മുതലേ ആരാധിക്കുന്ന ഒരു ദേവതയുണ്ട്. ഒരിക്കലും എന്നെ ഇങ്ങനെ ഒരു ദുർവിധിയിലേക്ക് കൊണ്ടിടില്ല. ഇനി അങ്ങനെ ഒരു ദുർമരണമാണ് ആ ഈശ്വരൻ എനിക്ക് വിധിച്ചതെങ്കിൽ ഞാൻ വളരെയധികം സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും. അതുകൊണ്ട് ഞാനൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഭാര്യ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നാണ് കഥ. ഇവിടെ ആ അചഞ്ചലമായ വിശ്വാസം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പരാതി പറയില്ല, നമ്മൾ പരിഭവങ്ങൾ പറയില്ല. അതാണ് നമ്മൾ ഈശ്വര പ്രേമത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകേണ്ടതെന്ന് നമ്മ എപ്പോഴും പറയും. ഇന്ന് നമ്മൾ പോകുന്ന പല കാര്യത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റും കൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അത് തെറ്റെന്ന് പറയുന്നില്ല, കാരണം നമ്മൾ അത്രയ്ക്ക് അറിവ് വന്നിട്ടില്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ ദുഃഖഭാരം ഇറക്കി വെക്കാൻ ഒരു സ്ഥലമായിട്ടാണ് ക്ഷേത്രത്തെ കാണുന്നത്. അതുകൊണ്ട് ചെന്ന് ഇതുകളും പറഞ്ഞുകൊണ്ട് തെറ്റല്ല. പക്ഷെ ജീവിതകാലം മുഴുവനും ഇത് തന്നെ ആയാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് നമ്മൾ സ്ഥലം മേടിക്കേണ്ടെന്നോ, വീട് വെക്കേണ്ടെന്നോ, ജോലി വേണ്ടെന്നോ, പൈസ വേണ്ടെന്നോ, കാറ് വേണ്ടെന്നോ ഒന്നും ആധ്യാത്മികത പറയില്ല. ആധ്യാത്മികത ഒരിടത്തും അവിടെ പറയുന്നില്ല. അതെല്ലാം വേണമെന്നേ പറയുന്നുള്ളൂ. പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യം അതാവരുത് എന്നാണ് ആധ്യാത്മികത നമ്മളെ പഠിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിന്റെ ലക്ഷ്യം അതാവരുത്, ഈശ്വരപ്രേമമായിരിക്കണം അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ്, എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോകുന്നത്? ഈ വസ്തുക്കൾ എനിക്ക് ആനന്ദം, നിത്യമായ ആനന്ദം തരുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് മനസ്സ് പോകുന്നത്. അതിമനോഹരമായ കഥ അമ്മ പറയും. ഈ മനസ്സ് പുറത്തേക്ക് പോകുന്നതിനൊരു കഥ പറയാം. ഒരിക്കലും ഒരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ പോകും. ഇത് ഗുരുവിനോട് പറഞ്ഞു, എന്റെ മനസ്സിന് ഏകാഗ്രത, മനസ്സ് എപ്പോഴും അന്തർമുഖമായി ശ്രമിക്കുമ്പോൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പരാതിയായിട്ട് പറഞ്ഞാണ്. അപ്പൊ ഗുരു പറഞ്ഞു, അത് നിന്റെ ജാഗ്രത കുറവുകൊണ്ടാണ് മനസ്സ് പുറത്തേക്ക് പോകുന്നത്. നീ നല്ല ജാഗ്രതയായിട്ടിരുന്നാൽ തീർച്ചയായും നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, മനസ്സിങ്ങനെ പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഗുരു എത്ര പറഞ്ഞിട്ടും ശിഷ്യന് മനസ്സിലാവുന്നില്ല.
അപ്പൊ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടെ വരും എന്ന് പറഞ്ഞു. ഗുരുവും ശിഷ്യനും കൂടി ആ ആശ്രമത്തിന്റെ ഒരു പറമ്പിലേക്ക് നടന്നു പോയി. അവിടെ ചെന്നപ്പോൾ കുറെ മൊയിലുകള് പറമ്പ് നിറച്ചിങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ഈ മൊയിലുകളെ എല്ലാം ആ കൂട്ടിലേക്ക് കയറ്റാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യൻ ഒരു വടിയെടുത്ത് എല്ലാത്തിനും പതുക്കെ പതുക്കെ ആട്ടി 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 കുറെ മൊയിലുകളുണ്ട്, കുറെ എണ്ണത്തിന് കൂട്ടിക്കയറ്റി. അത് കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് എങ്ങനെ ഇത് മൊയിലുകളെ ആട്ടി ആട്ടി കൂട്ടിക്കയറ്റാൻ വരുമ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ വീണ്ടും ഇതിനെ കയറ്റിട്ട് അതിനെ മാട്ടി 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 ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിലേക്ക് കയറ്റണം. ഇത് കയറ്റുമ്പോൾ അവര് പുറത്തിറങ്ങും, അവര് കയറ്റുമ്പോൾ ഇത് പുറത്ത്, ഇങ്ങനെ കംപ്ലീറ്റ് കയറ്റാൻ കഴിയുന്നില്ല. കുറെ സമയം ശിഷ്യൻ ഇതിനു വേണ്ടി പ്രയത്നിച്ചു. പക്ഷെ മൊയിലുകളെല്ലാം ഒരുമിച്ച് കൂട്ടിലോട്ട് വരുന്നില്ല. കുറെ കയറ്റുമ്പോൾ കുറെ പുറത്തു പോകും, ഇങ്ങനെ വന്നു. അപ്പൊ ശിഷ്യൻ അവസാനം പറഞ്ഞു, ഇത് സാധിക്കില്ല ഗുരു, കാരണം ഞാൻ കുറെ കയറ്റുമ്പോഴേക്കും കുറെ പുറത്തേക്ക് വരുന്നു, അത് സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ് തോന്നുന്നു. അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഗുരു എന്ത് ചെയ്തു, അവിടെ ഭയങ്കരമായിട്ട് കുരയ്ക്കുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയെ ചെന്ന് അഴിച്ചുവിട്ടു. പട്ടിയെ അഴിച്ചുവിട്ട വശം തന്നെ ഈ മൊയിലുകളെല്ലാം ഒറ്റയടിക്ക് ഓടിക്കേറി കൂട്ടിക്കേറി. ഗുരു പറഞ്ഞു, ചോദിച്ചു, കണ്ടോ ഇതെല്ലാം കേറിയില്ലേ, എന്താ കാരണം എന്നറിയോ? ഈ പട്ടിയെ ഈ മൊയിലുകളെ പിടിച്ചു തിന്നുന്നവർക്ക് പേടിയുണ്ട്, പുറത്തുനിന്ന് ഇനി നിന്നാൽ അപകടമാണെന്ന് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഓടി കൂട്ടിൽ കയറിയത്. ഇതേപോലെയാണ് മനസ്സ്. പുറത്തുനിന്ന് നമുക്ക് സുഖം കിട്ടും, നമുക്ക് സന്തോഷം കിട്ടും എന്ന് കരുതി മനസ്സ് എപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ മനസ്സ് അന്തർമുഖമാകാൻ ശ്രമിക്കില്ല. അതാണ് ഈ ഗുരു ഈ ഒരു കഥയിലൂടെ ആ ശിഷ്യന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ മനഃശുദ്ധിയോടെ ആയിരിക്കണം നമ്മൾ വേദാന്തങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയും. മനഃശുദ്ധി ഇല്ലെങ്കിൽ എന്ത് പറ്റും? അമ്മ ഒരു ഉദാഹരണം ഞങ്ങളോട് പറഞ്ഞു തരുന്നു. കഴുകാത്ത പാത്രത്തിൽ പാലൊഴിച്ച പോലെയാണ്. പാല് വളരെ ശുദ്ധമാണ്. ഈ ശുദ്ധമായ പാല് കഴുകാത്ത പാത്രത്തിൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ആ പാലും കൂടി ചീത്തയായി പോകും. അതാണ് സംഭവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു സന്യാസി നമ്മുടെ ആശ്രമത്തിൽ വന്നു. അപ്പൊ അമ്മയുടെ ആശ്രമത്തിൽ ഒരു കളരി ഉണ്ട്. ആശ്രമത്തിൽ വന്നവർക്ക് അറിയാൻ പറ്റും, അമ്മ ദേവീഭാവവും കൃഷ്ണഭാവവും നടത്തിയിരുന്ന ഒരു കളരി, ഒരു റൂം പോലെയാണ്, ഒരു ക്ഷേത്രം പോലെയാണ് അതിന്. അവിടെ ഒരു പീഠമൊക്കെ വെച്ച് അമ്മ പൂജയൊക്കെ ചെയ്യാറുണ്ട്. ആ സങ്കല്പത്തിൽ ദേവീഭാവവും കൃഷ്ണഭാവവും ഒക്കെ അവിടെയാണ് ആദ്യകാലങ്ങളിൽ അമ്മ നടത്തിയത്. ഒരു പ്രത്യേക സങ്കല്പത്തിൽ വെച്ചൊരു വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ നിലവിളക്കൊക്കെ വെച്ച് തിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ നോർത്തിൽ നിന്ന് വന്ന സ്വാമി എന്ത് ചെയ്തെന്ന് വെച്ചാല്, അദ്ദേഹം അങ്ങനെയാണ്, ഒരു ചുറ്റി നടക്കുന്ന ഒരാളാണ്. ഒരു കാവ്യ കൊടുത്തേക്കണം സ്വാമി എന്ന് പറയുന്നത് നമ്മളെ, എനിക്കറിയില്ല, നമുക്ക് അങ്ങനെ ഏത് ട്രഡീഷണൽ ആണോ എന്താണെന്നൊന്നും അങ്ങനെ അറിയില്ല. അങ്ങനെ വന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം അവിടെ വന്നു കാണിച്ചിട്ട് ഒരു ബീഡി കത്തിച്ചു ആ വിളക്കിന്ന്. അപ്പൊ അവിടെ പൂജയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു ബ്രഹ്മചാരി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, സ്വാമി ഇത് ചെയ്യാൻ പാടില്ല, ഇതൊരു സങ്കല്പത്തിൽ വെച്ചിരിക്കുന്ന വിളക്കാണ്, പിന്നെ അതിൽ ഒരിക്കലും അങ്ങനെ നമ്മൾ അതിൽ നിന്ന് അങ്ങനെ വീടി കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, അടുപ്പിലെ തീയായാലും തീപ്പെട്ടിയിലെ തീയായാലും വിളക്കിലെ തീയായാലും തീയെല്ലാം ഒന്നല്ലേ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചും കൊണ്ടിരിക്കലാണ് അമ്മ ആ വഴിക്ക് പാസ് ചെയ്യുന്നത്. അമ്മ എന്തോ കാര്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് കേട്ടത് അമ്മ കേട്ടു. അപ്പൊ അമ്മ മനോഹരമായ ഒരു ഉദാഹരണം പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അമ്മ ചൂണ്ടിക്കാണിച്ച്, അവിടെ നമുക്ക് കുടിവെള്ളത്തിന് വേണ്ടി ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു, ഈ പൈപ്പിലെ വെള്ളമാണ് ഈ ആശ്രമത്തിലെ അന്തേവാസികൾ കുടിക്കുന്നത്. ഇതേ വെള്ളം തന്നെയാണ് ക്ലോസറ്റിലും കിടക്കണേന്ന് ചോദിച്ചു. മോൻ അത് എടുത്തു കുടിക്കുമെന്ന് ചോദിച്ചു. രണ്ടും വെള്ളമാണല്ലോ, എന്തുകൊണ്ട് ക്ലോസറ്റിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് സ്വാമിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പൊ ഇത് അന്ധകരണം, നമ്മുടെ അന്ധകരണം ശുദ്ധി അല്ലാത്തടത്തോളം കാലം വേദാന്തം പഠിച്ചാൽ നമ്മൾ അതിന് ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യും എന്നാണ് അമ്മ ഞങ്ങളോട് അന്ന് അതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാള് അന്തർമുഖമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തന്നിലും മറ്റൊരാളിലും ഒരേ ആത്മാവാണെന്ന് തിരിച്ചറിയും. അവന് അവിടെ പിന്നെ രണ്ടെന്ന ഭാവം വരുന്നില്ല. ഞാൻ ഇത്രയും വർഷമായില്ല, 60 വർഷത്തോളമായി ഏകദേശം അമ്മ നമ്മുടെ ആശ്രമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നു, കോടിക്കണക്കിന് ആളുകൾ വരുന്നു ഇത്രയും വർഷം കൊണ്ട്. എല്ലാം അമ്മ മാറോട് അണച്ച് അവർക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നു. ഒരാളെയും വ്യത്യാസപ്പെട്ട് അമ്മ കാണാറില്ല. അതെങ്ങനെ സാധിക്കുന്നു? ഈ ഒരു അദ്വൈത ഭാവം അമ്മയിൽ ഉണർന്നുകൊണ്ടാണ് സാധിക്കുന്നത്.
ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ തന്നിൽ നിന്ന് അന്യമായിട്ട് ആരും കാണാൻ കഴിയും. അമ്മ മനുഷ്യരെ മാത്രമല്ല, ഇവിടെ എത്രയോ മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പൂച്ച കരയെ, ഒരു പട്ടിക്കുട്ടി കരയെ, അമ്മ പറയും അതിന്റെ തള്ള അല്ലെങ്കിൽ അതിന്റെ അച്ഛൻ അതിന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പാമ്പായാലും പോലും ഒരു ഒറ്റ പാമ്പ് കുട്ടിയെ കണ്ടാൽ അമ്മ പറയും അതിനെ അതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവിടണം. നമുക്ക് അവരുടെ ഭാഷ മനസ്സിലാവില്ല എന്നിട്ട് അവർക്ക് അവരുടെ ഫാമിലി ഉണ്ട് എന്നാണ് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇല പൊട്ടിച്ചാൽ അമ്മ പറയും ആ വൃക്ഷത്തിന് അല്ലെങ്കിൽ ആ ചെടിക്ക് വേദന എടുക്കുന്നുണ്ടെന്ന് അമ്മ പറയും, അതിന്റെ നീര് എന്ന് പറയുന്നത്. അപ്പൊ വൃക്ഷങ്ങളൊക്കെ വെട്ടം നമ്മൾ കാര്യങ്ങളൊക്കെ അത് എന്റെ അല്ല ഞാൻ പറഞ്ഞു. നമ്മൾ ആ തലോടി നിൽക്കുന്ന ഒരു ചെടിയുടെ ഒരു ഇല പറിക്കുമ്പോൾ അതിന് വേദന എടുക്കുന്നുണ്ടാണ്. അമ്മയ്ക്ക് എല്ലാത്തിലും ഈശ്വരനെ കാണാൻ കഴിയും. ഇതാണ് ഞങ്ങളോട് ഓരോ ഇതിലൂടെ അമ്മ നമുക്ക് കാണിച്ചു തരുന്നു. കാശി രാജാവിന്റെ ഒരു കഥയുണ്ട്. അത് ഈ അദ്വൈതം പഠിക്കുന്ന ഞങ്ങൾക്കായിട്ടത് വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ആ കഥ ഇവിടെ പറയട്ടെ. കാശി രാജ്യത്ത് ഒരു ഉത്സവം നടക്കായിരുന്നു. അങ്ങനെ ആ ഉത്സവത്തിന് ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു അവിടുത്തെ അതിലെ കമ്മിറ്റിക്കാർ. അങ്ങനെ ആ നാടകത്തിൽ 5 വയസ്സായ ഒരു പെൺകുട്ടിയെ ആവശ്യമായി വന്നു. അപ്പൊ അവര് പല വീടുകളിലും കയറി ഇറങ്ങി. അവർക്ക് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, കിട്ടിയില്ല. അങ്ങനെ ഈ വിവരം രാജ്ഞിയെ അറിയിച്ചു. അപ്പൊ രാജ്ഞി പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നമുക്ക് 5 വയസ്സായ ഒരു ആൺകുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടിയെ നമുക്ക് പെൺവേഷം കെട്ടാം. കാശി രാജകുമാരിയായിട്ട് വേഷം കെട്ടി നമുക്ക് നാടകം കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മേക്കപ്പ് മാനൊക്കെ വന്നു. നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഈ കുട്ടിയെല്ലാം വളരെ ഭംഗിയായി മേക്കപ്പ് ചെയ്തു. ഈ 5 വയസ്സായ ആൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ അതിസുന്ദരിയായ 5 വയസ്സായ ഒരു പെൺകുട്ടിയായിട്ട് മാറി ഇരിക്കുകയാണ്, മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ രാജ്ഞി പറഞ്ഞു, നമ്മുടെ രാജകൊട്ടാരത്തിലെ ചിത്രം വരക്കാരനെ വിളിച്ചിട്ട് ഈ കുട്ടിയുടെ ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു, ലേഖനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ രാജകൊട്ടാരത്തിലെ ചിത്രവരക്കാരൻ വലിയൊരു ക്യാൻവാസിൽ ഈ 5 വയസ്സായ ഈ കാശി രാജ്ഞി കുട്ടിയുടെ പടം വരച്ചു, ഡേറ്റ് ഒക്കെ എഴുതി. അത് വളരെ മനോഹരമായിരിക്കും. അങ്ങനെ നാടകമെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 15 വർഷത്തോളം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാജകുമാരൻ ഈ ഈ രാജകൊട്ടാരത്തിന്റെ ഭൂഗർഭ അറയിലേക്ക് ഒരു ദിവസം കയറാനിടയായി. അങ്ങനെ അവിടുത്തെ പല കാര്യങ്ങളും ഓരോന്ന് പരിശോധിച്ചപ്പോൾ അന്ന് 20 വയസ്സായ അപ്പൊ ഒരു യുവരാജാവായി. ഈ രാജാവിന്റെ കണ്ണിൽ ഈ ഛായാചിത്രം കണ്ടു. ഛായാചിത്രം കണ്ടപ്പോ അതിമനോഹരമായ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഈ രാജകുമാരൻ കാണുന്നത്. അപ്പൊ രാജകുമാരൻ ഡേറ്റ് എല്ലാം നോക്കി, അതേ പ്രായം തന്നെ. പിന്നെ കാശി രാജകുമാരിയുമാണ്. എന്തെന്നറിയില്ല, രാജകുമാരന് ഈ കുട്ടിയോട് വളരെ പ്രണയം തോന്നി. തൻ്റെ അതേ പ്രായം, നല്ല ഭംഗിയുള്ള കുട്ടി, രാജകുമാരിയാണ്. താൻ ഇനി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ കഴിക്കുക എന്നുള്ളൊരു ഭാവമാണ്. അങ്ങനെ രാജകുമാരൻ കുറച്ച് ദിവസമായിട്ട് വളരെയധികം വിഷമത്തിൽ ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ പ്രജകളും മന്ത്രിമാരും ഒക്കെ എല്ലാം കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. രാജകുമാരന് എന്തോ ഒരു വിഷമം ഉള്ളിൽ തട്ടിയിരിക്കുന്നു. അതെന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം മന്ത്രി രാജകുമാരനോട് ചോദിച്ചു, പിന്നെ എന്താണ് അങ്ങേക്ക് പ്രശ്നം? അങ്ങ് വെളിപ്പെടുത്തിയാലും എന്താണെങ്കിലും ഞങ്ങളത് സാധിച്ചു തരും. അങ്ങ് കുറെ കാലമായിട്ട് മൗനമായിരിക്കുന്നു, അങ്ങയുടെ മുഖത്തെ പ്രസാദം ഒന്നും കാണുന്നില്ല. ഇപ്പൊ രാജകുമാരൻ പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞു. അപ്പൊ മന്ത്രി പറഞ്ഞു, വളരെ നല്ലത് എന്ന് പറഞ്ഞു. പിന്നെ രാജകുമാരൻ പറഞ്ഞു, അവളൊരു രാജകുമാരിയാണ്. ഓ, വളരെ വളരെ നല്ലത് എന്നാണ്. മാത്രമല്ല അവളെ എന്റെ പ്രായം തന്നെയാണെന്ന്. അപ്പൊ അതും വളരെ നല്ലതെന്ന് പറഞ്ഞു. എങ്കിലും നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം, അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാനാക്കാൻ പറഞ്ഞു. അപ്പൊ മന്ത്രി പറഞ്ഞു, ഈ കുട്ടി എവിടെ വെച്ചാണ് നേരിട്ട് കണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ രാജകുമാരൻ പറഞ്ഞു, ഞാനത് നേരിട്ട് കണ്ടില്ല, പകരം അവരുടെ ഒരു ഛായാചിത്രമാണ് കണ്ടത്. ഓ, അത് ശരി, അത് എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ഈ രാജകുമാരൻ ഈ മന്ത്രിയെയും കൂട്ടി ഈ ഭൂഗർഭ ഇതിലേക്ക് കാണിക്കാൻ പോയി, അതിന്റെ അറയിലേക്ക് കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഈ ഛായാചിത്രം എടുത്തിട്ട് മന്ത്രിയെ കാണിച്ചു കൊടുത്തു.
അപ്പൊ ഈ മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലായി. കാരണം മന്ത്രിക്ക് ഓർമ്മയുണ്ട്. മന്ത്രി പറഞ്ഞു, ഈ രാജാവിനോട് പറഞ്ഞു, ഇത് അന്ന് വിചാരിക്കുന്ന പോലെ ഒരു കാശി രാജകുമാരിയല്ല. ഇതിന്റെ പിന്നിലെ എല്ലാ ചരിത്രങ്ങളും ഈ മന്ത്രി രാജാവിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മന്ത്രി പറഞ്ഞു, അവിടെയാണ് തത്വം അസി, അത് അങ്ങ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഉപനിഷത്തിലെ ഈ ഒരു കഥ വളരെ രസകരമായിട്ടാണ് ഈ രാജാവിനോട് ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. അത് താനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ രാജകുമാരന് പിന്നെ അവരോട് ഒരു വികാരങ്ങളോ അല്ലെങ്കിൽ അവരെ കല്യാണം കഴിക്കണമെന്നോ അവരിൽ കിട്ടാത്തതിലുള്ള നിരാശയോ ഒന്നും ഉണ്ടായി. അത് താനാണ് തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ. അപ്പൊ ഈ ഒരു കഥയിലൂടെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത് അല്ലേ? തന്നിലും മറ്റൊരാളിലും താൻ തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ പിന്നെ നമുക്ക് അവരോട് പരാതികളോ പരിഭവങ്ങളോ അങ്ങനെയുള്ള വികാരങ്ങളിലൊന്നും നമുക്ക് അവിടെ സ്ഥാനമില്ല എന്നുള്ളത്. അതാണ് തന്നിൽ തന്നെ നമ്മൾ ഉണരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ടാകാം. ഒരു ജീവിതം എന്ന് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രിതമാണല്ലോ. പ്രത്യേകിച്ച് മഹാത്മാക്കൾക്ക്. അമ്മയുടെ ഒരു പത്രക്കാരൻ എയർപോർട്ടിൽ വെച്ച് ചോദിച്ചു, അമ്മയുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അമ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വീട്ടുകാരുടെ, അയൽവാസികളുടെ, നാട്ടുകാരുടെ എന്ന് വേണ്ട പല വിധത്തിലുള്ള ആളുകളുടെയും അമ്മയ്ക്ക് വഴക്കുകളും പല ഇതുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഞാനൊരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നദി ഒരിക്കലും മുന്നിൽ വരുന്ന ഒരു തടസ്സത്തിലും അവിടെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അവരൊന്നില്ലെങ്കിൽ ഒരു വൃക്ഷമാണെങ്കിൽ അതിന്റെ അടികൂടെ ഒഴുകാൻ നോക്കും, സൈഡിക്കൂടെ ഒഴുകാൻ നോക്കും, അതിന് ഓവർടേക്കും ചെയ്തിട്ട് ഒഴുകാൻ നോക്കും. എങ്ങും തടഞ്ഞു നിൽക്കില്ല. അതിങ്ങനെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ജീവിതവും അതേപോലെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ചെളി വാരി എറിഞ്ഞവരുണ്ട്, ഞാൻ ആ ചെളിയിൽ താമര വിരിക്കാൻ ശ്രമിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എനിക്ക് ആരോടും പരിഭവമോ ഇതുകളോ ഒന്നുമില്ല, പരാതിയോ ഇല്ല. എന്തുകൊണ്ട്? ലോകം അങ്ങനെയാണ് ഇപ്പോഴും. ലോകത്തിന് അതിനുള്ള അറിവേ ഉള്ളൂ. ലോകത്തിന്റെ സ്വഭാവം അതാണ്. അത് നമ്മൾ അത് കാണണ്ട, അവരിൽ നല്ലത് കാണാമല്ലോ. ഇതാണ് അമ്മ കൊടുത്ത മറുപടി. അപ്പൊ അങ്ങനെ നമ്മൾ രാമായണവും മഹാഭാരതവും അതുപോലെ ഭാഗവതം, ഭഗവത്ഗീത ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ കുറച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കി പോരാ, ഓരോ കഥാപാത്രങ്ങൾ അവരുടെ ജീവിത സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അതിന് തരണം ചെയ്തത്, ഈ ഒരു ബോധം നമ്മളിലും വന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ അത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഓരോ കഥാപാത്രത്തിലൂടെയും നമുക്ക് ജീവിതത്തിൽ പഠിക്കാനുള്ളത് ഉണ്ട് എന്നാണ് ഈ പുരാണങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ രാമായണത്തെ പഠിക്കുമ്പോൾ കാണാം, ഭരതൻ രാജ്യം ഭരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതൊക്കെ ഇന്നത്തെ ശരിക്കും പറഞ്ഞ ഭരണാധികാരികൾ അതൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതാണെന്ന് തോന്നുന്നു. ഒരിക്കൽ പോലും ഭരതൻ രാജസിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല. എന്തുകൊണ്ട്? താൻ ഇരുന്ന് അത് എച്ചിലാക്കിയിട്ട് ശ്രീരാമന് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുള്ള വശം. അതാണ്. ഭരതൻ ത്യാഗിയായിരുന്നു, ഒരു തപസ്യായിരുന്നു, സർവോപരി ഒരു സേവകനായിരുന്നു. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു വർഷമായി തോന്നുന്നു, എവിടെയോ ഇന്നത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മോദിജി പറയുണ്ടായി, ഞാനൊരു പ്രധാന സേവകനാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആശയം ഒരു പക്ഷേ രാമായണത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം നരേന്ദ്രമോദിജി. ഒരു ഭരണകർത്താവിന് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഭരതൻ ഇതിലൂടെ കാണിച്ചു കൊടുക്കുന്നത്. ധർമ്മിഷ്ഠനായിരിക്കണം, ധർമ്മത്തിന് നിൽക്കുന്നവനായിരിക്കണം രാജാവ്. രാജഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രജകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ഒരു ധർമ്മത്തിലൂടെ നീങ്ങുന്ന ഒരു രാജാവായിരിക്കും. ഇന്ന് രാമരാജ്യം വരണം എന്ന് പറയുമ്പോൾ പലരും നെറ്റിച്ചുളിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് അധർമ്മം അതിൽ നടത്താൻ കഴിയില്ല. ശ്രീരാമൻ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ധർമ്മപരമായി നീങ്ങിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ നമ്മൾ ഈ രാജ്യം വരുമ്പോൾ ഈ രാജ്യത്ത് അത് അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. അതായിരിക്കും ഒരു പക്ഷെ അവർക്ക് നെറ്റിച്ചൊളിക്കുന്നതെന്ന് തോന്നും. അപ്പൊ ഇതൊക്കെ ജീവിതത്തിലാവണം. നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമേ ഇതിനൊക്കെ വാല്യൂ ഉള്ളൂ എന്ന് പറയും.
എന്ത് പഠിച്ചു എന്നുള്ളതല്ല, എന്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ് നമ്മൾ ഇതാണ്. അതാണ് സനാതന ധർമ്മം സൂര്യനും ചന്ദ്രനോളം ഉള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന് പറയാൻ കാരണം അത് അവനവനെ കുറിച്ചുള്ള അറിവാണ്. സന്തോഷമായാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ കാണുന്നത്. സന്തോഷമായിരിക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാവുന്നത്. ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അത് നടത്താൻ വേണ്ടി രാവും പകലും നമ്മൾ കഷ്ടപ്പെട്ട് നടത്തുന്നുണ്ട്. അത് വളരെ ശരിയാണ്. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുത്തുകൂടാ? ഇനി എന്തും വരട്ടെ എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷവാനായിരിക്കുമെന്ന് നമുക്ക് തീരുമാനം എടുത്തുകൂടാ? എന്നിട്ട് അത് നടത്താൻ ശ്രമിച്ചുകൂടാ? അമ്മ ഇപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ചിരിച്ചാലും സന്തോഷിച്ചാലും നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയണം, അല്ലേ? നമുക്കൊക്കെ വളരെ കുറച്ച് ജീവിതമുള്ളൂ. മാക്സിമം 100 വയസ്സ് വരെയൊക്കെ കാണുന്നു. വളരെ റയർ 105 110 പോകും. അതുവരെ നമുക്ക് കുറച്ചു കാലമേ ഉള്ളൂ ജീവിതം. ഈ കാലത്തിന്റെ അളവ് നോക്കുമ്പോൾ വളരെ തുച്ഛമുള്ളത്. എന്തുകൊണ്ട് നമുക്കൊരു തീരുമാനമുണ്ട്? ജീവിതത്തിൽ എന്തും വരട്ടെ, ഞാൻ സന്തോഷവാനായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സന്തോഷവും ദുഃഖവും ഉണ്ടായിരിക്കണം, ഒന്നും നിലനിന്നിട്ടില്ലല്ലോ. നമ്മളൊരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോഴേക്ക് 2 പ്രശ്നം നോക്കി നിൽക്കായിരിക്കും, അല്ലേ? എത്ര സന്തോഷങ്ങൾ ഉണ്ടായിരിക്കണം, അത് നിലനിൽക്കുന്നുണ്ട്. എത്ര ദുഃഖം ഉണ്ടായിരിക്കണം, അത് നിലനിൽക്കുന്നത്. ഇതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ജീവിതം. പക്ഷെ എന്നും വരട്ടെ, ഞാൻ സന്തോഷവാനായിരിക്കും എന്നുള്ളൊരു തീരുമാനം, ഉറച്ചൊരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ പല പ്രാവശ്യം നമുക്ക് അതിൽ ചിലപ്പോൾ തോറ്റുപോകാം. പക്ഷെ നമ്മളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച്, ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ചിലത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോസിഷൻ എഴുതാറുണ്ട്. ചിലത് 10 പ്രാവശ്യം എഴുതണം, ചിലത് 25 പ്രാവശ്യം, ചിലത് 50, ചിലത് 100 പ്രാവശ്യം എഴുതിക്കും. ചില ടീച്ചർമാര് തെറ്റിന് 500 പ്രാവശ്യമൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ട്. കാരണം പിന്നെ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തും വരട്ടെ, ഞാൻ സന്തോഷവാനായിരിക്കും. നാളെ ഒരു ദുഃഖം വന്നാൽ ചിലപ്പോൾ നമ്മൾ ദുഃഖിക്കും. പക്ഷെ വീണ്ടും അതിൽ നിന്ന് നമ്മൾ തീരുമാനം എടുക്കണം, ഇല്ല ഇനി എന്തും വരട്ടെ, ഞാൻ സന്തോഷം. അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ച് ജീവിതം നമുക്കൊരു ഉത്സവമാക്കി മാറ്റണം. മനുഷ്യ ജന്മം കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാവണം, അല്ലേ? നമ്മുടെ സന്തോഷമായ ജീവിതം കണ്ടു വേണം ഇതിലേക്ക് ആളുകൾ വരാനായിട്ട്. നമ്മൾ സന്തോഷവാനായിരിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഈ നമ്മൾ ഈ കൊണ്ടുപോകുന്ന എന്താണോ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലേക്ക് വരാൻ തോന്നുള്ളൂ, അല്ലേ? ഒരു ചുമയുള്ള ഒരാള് ഡോക്ടറെ കാണാൻ പോയി ആ മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ആ ഡോക്ടർ ശ്വാസം വിടാൻ പറ്റാതെ നിന്ന് ചുമച്ചാൽ ആ രോഗിക്ക് ആ മരുന്ന് കഴിക്കാൻ വിശ്വാസം ഉണ്ടാവോ ആ ഡോക്ടറോട്? കാരണം ഡോക്ടർ ഇങ്ങനെ ചുമക്കും, പിന്നെ ഞാനിത് കഴിച്ച എൻ്റെ ചുമ മാറോ? ഇതുപോലെ ആവരുത്. മറ്റൊരാൾ നോക്കുമ്പോൾ നമ്മൾ സന്തോഷവാനായിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കണം. അവനോട് നല്ല വാക്ക് പറയാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് സ്നേഹവും സന്തോഷവും ശാന്തിയൊക്കെ കൊടുക്കാൻ കഴിയണം നമ്മുടെ വാക്കുകൾക്ക്. അതാകുമ്പോഴാണ് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ പറയാതെ തന്നെ ആളുകൾ വരും. ഇത്രയും വർഷം 5 വർഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായും ശങ്കരാചാര്യ സ്വാമികളുടെ കൃപ നിങ്ങൾക്കുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്കൊക്കെ ഇറങ്ങണേ, അല്ലേ? ജീവിതത്തിലും വീട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറ്റിവെച്ച് ഇതിങ്ങനെ ഇതിൽ ഇത്രയും പേര് ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. നിങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനിയും യോഗമുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. എനിക്ക് 19-ാം തീയതി എന്നെ കാലടിയിൽ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിനൊക്കെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്തെങ്കിലും പറഞ്ഞതിലും നന്മയുണ്ടെങ്കിൽ എടുക്കാം, എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയാം. നിങ്ങൾ അറിവുള്ളവരാണല്ലോ, ഇത്രയൊക്കെ പഠിക്കുന്നവരാണല്ലോ. അപ്പൊ എനിക്കൊരു മഹാത്മാവിന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ്. കാരണം അവിടെ പ്രായോഗികതയുള്ളൂ. ആ പ്രായോഗികത കവിഞ്ഞൊന്നും ആ മഹാത്മാവ് ഉപദേശിക്കില്ല. അല്ലാത്ത വെറും വാക്കുകളും ബുദ്ധിയിൽ ഒതുക്കുന്നതാണെന്ന് പറയും. അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയത് നമുക്ക് ഉപകാരപ്പെടുള്ളൂ എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു അറിവുണ്ടാവട്ടെ, അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും രാജസ്ഥാനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങളുടെ ഒരു സമ്മേളനം ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനായിട്ട് ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ എൻ്റെ ഗുരുവിന്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ. വളരെ സന്തോഷം സ്വാമിജി. ആ സൂര്യചന്ദ്രന്മാർ നിലനിൽക്കുവോളം സനാതനധർമ്മം നിലനിൽക്കും എന്നുള്ള ഒരു ഇന്നത്തെ ആ ഒരു ഇതിന്റെ ഇത് എന്താ ഒരു കാതലായ ഒരു കാര്യമാണ് അങ്ങ് ഇവിടെ അരുൾ ചെയ്തത്.
കാരണം സൂര്യചന്ദ്രന്മാർ എന്നുവരെ ഉണ്ടോ അന്ന് വരെ സനാതന ധർമ്മം ഉണ്ടാവും, നിലനിൽക്കും എന്നുള്ള ഒരു വലിയൊരു ഒരു സന്ദേശമാണ് അങ്ങ് നൽകിയത്. വളരെ സന്തോഷം. തീർച്ചയായും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഏപ്രിൽ മാസം 19 ആദിശങ്കര സ്മൃതി ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ശങ്കരാചാര്യ ജയന്തി 21-നാണ്, ഏപ്രിൽ 21-നാണ്. പക്ഷെ നമ്മളത് ശങ്കര സ്മൃതി ദിനമായി ഏപ്രിൽ 19 കാലടിയിൽ വെച്ച് കൊണ്ടാടുകയാണ്. അങ്ങേ ഓൾറെഡി നമ്മൾ ആ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് മനസ്സിൽ ഉണ്ടാവും, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. 2 മിനിറ്റ് സമയം അങ്ങ് ഇവിടെ നിന്ന് പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും അങ്ങയോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് തീർച്ചയായും ചോദിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എന്റെ അറിവിന്റെ പരിമിതി വെച്ചിട്ട് ഞാൻ മറുപടി പറയും. തീർച്ചയായും. ഇപ്പൊ ആരെങ്കിലും മുന്നോട്ട് വന്നോളൂ. സംശയമൊന്നും പ്രത്യേകിച്ച് ചോദിക്കാനില്ല. പ്രഭാഷണം വളരെ ഭംഗിയായിരുന്നു. വളരെ ലളിതമായ ഭാഷയിൽ ആത്മാന്വേഷണത്തിനുള്ള വഴി പറഞ്ഞു തന്നു എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി സ്വാമിജിക്ക് പാദനമസ്കാരം. ജയശങ്കര. ഹരിയോം സ്വാമിജി. പറയൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്വാമിജിയുടെ ആ ഒരു വാത്സല്യത്തിനും കരുണയ്ക്കും ഒക്കെ പാത്രമാവാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് ഞങ്ങൾ അവിടെ ആശ്രമത്തിൽ വന്നിരുന്നു. സരിതായ്യരുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അന്ന് സ്വാമിജിയാണ് ഞങ്ങളെ അവിടെ എല്ലായിടത്തും കളരി ഇതൊക്കെ കാണിക്കാൻ. അതെ, എന്റെ പേര് ശ്രീകല. ആരതി എടുക്കാനുണ്ടായിരുന്നു. വളരെ സന്തോഷം. എനിക്ക് ഓർമ്മയുണ്ട്, ആ കാര്യം ഇന്നും ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അന്ന് സ്വാമിജി അത്ര വാത്സല്യത്തോടെയാണ് ഞങ്ങളെ അവിടെയൊക്കെ കാണിച്ചതും എല്ലാം. അപ്പൊ ഇന്ന് ഇവിടെ ഈ വേദിയില് സ്വാമിജിയുടെ അറിവുകളും ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അത് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും എന്ത് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല, എന്റെ ഗുരുവിന്റെ അമ്മയുടെ അനുഗ്രഹമാണ്. ഞങ്ങളൊക്കെ സാധാരണ ഞാൻ 20 വയസ്സിൽ ആസ്തി ജോയിൻ ചെയ്തു. ഒരു കുട്ടി ആ കാലത്ത് 20 വയസ്സിൽ ജോയിൻ ചെയ്യും. എന്താ അറിയാം, നമുക്ക് ഒന്നും അറിയാം. ഗീത പോലും അറിയും. ഗീത പോലും ഒരു ശ്ലോകം പോലും അറിയില്ല. ഗീത എന്ന് പറഞ്ഞാൽ ആന്റി ആണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്റെ ആന്റിയുടെ പേര് ഗീത എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അത്ര പോലും നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ വന്ന് അമ്മ പഠിപ്പിക്കുക. അമ്മ അതാണ് പറഞ്ഞത്, അദ്വൈതം പഠിക്കാനാണ് ഞങ്ങളെ അമ്മ ആദ്യം, ശങ്കരഭാഷ്യമാണ് ആദ്യം മുതലേ ഞങ്ങളെ ഗീത പഠിപ്പിച്ചിരിക്കുന്നത്. അദ്വൈതമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. നമ്മ ഇപ്പോഴും ഊന്നി പറയും ഞങ്ങൾ. അപ്പൊ അതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പക്ഷെ അമ്മയ്ക്കൊരു നിർബന്ധമുള്ളത് പഠിച്ചത് ജീവിതമാകണം. അല്ലാത്തവർക്കാണ് അതൊരിക്കലും അമ്മ അതിന് കോംപ്രമൈസ് ചെയ്യില്ല. അല്ലെങ്കിൽ വെറും അറിവാണെന്ന് പറയും. നമ്മളുടെ ഉള്ളിൽ രത്നമുണ്ട്. ആ രത്നം നമ്മൾ തിരിച്ചറിയാതെ തെണ്ടി നടക്കുകയാണെന്ന് പറയും, അലഞ്ഞു നടക്കാം. പിന്നെ ഏത് ശാസ്ത്രം പഠിക്കുമ്പോഴും അതിന്റെ പ്രായോഗികത നമ്മൾ മനസ്സിലാക്കണം. 5000 വർഷം മുമ്പ് ഗീത ഉപദേശിച്ചു. അപ്പൊ അതിൽ നമ്മൾ പല കാര്യങ്ങളും ഇന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വരില്ല. മാൻതോൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മുൽത്തോൽ ഉപയോഗിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുന്നു. ഇന്ന് മാൻതോൽ ഉപയോഗിച്ചാൽ മുൽത്തോലത്തിൽ നമ്മൾ ധ്യാനിക്കാതിരുന്നാൽ 6 വർഷം തടവും അതേപോലെ 10,000 രൂപ പിഴയും അടയ്ക്കണം. അപ്പൊ ഈ സാഹചര്യത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഭിക്ഷാടനം പല സ്ഥലത്ത് നിരോധിച്ചിരിക്കുക. സന്യാസി ഭിക്ഷ എടുത്ത് ജീവിക്കണം എന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഭാഷ്യത്തിലൊക്കെ പറയാൻ നിങ്ങൾ പഠിക്കാനും മനസ്സിലാവും. പക്ഷെ ഇന്ന് നമുക്ക് അത് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കാലോചിതമായിട്ട് നമ്മള് ഈ പഠിക്കുന്ന ഗ്രന്ഥങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് മഹാത്മാക്കൾക്ക് അതിന് അധികാരമുണ്ട്. കാരണം അവര് പറയുന്ന ആ കാലഘട്ടത്തിന്റെ അതോറിറ്റി അവരാണ്. അവരാ ജീവിതത്തിൽ ജീവിച്ചതാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകത. അപ്പൊ ഞങ്ങൾക്ക് അമ്മയുടെ കൃപ കൊണ്ട് ഇങ്ങനെ ഒരു അനുഭവ സമ്പത്തായ ഒരു ഗുരു, പ്രത്യേകിച്ച് മാതൃഹൃദയമുള്ള ഒരു ഗുരു കിട്ടിയത് കൊണ്ട് ആ ഗുരുവിന്റെ കൃപയാണ് ഞങ്ങൾ എന്തെങ്കിലും നന്മ കാണുന്നുണ്ട്. ഞങ്ങളും സാധാരണക്കാരൻ തന്നെയാണ് നിങ്ങളെ എടുക്കുന്നത്. വളരെ സന്തോഷം. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഞാൻ 1-2 കാര്യങ്ങൾ പറയണം. അതായത് ഇപ്പോ ഞങ്ങളൊരു 5 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ പറഞ്ഞ കുറച്ച് മുഖങ്ങളെ ഉള്ളെങ്കിൽ ഞാൻ കോഴിക്കോടാണ്, ജ്യോതിഷ് രാജസ്ഥാനിലാണ്, ജയകൃഷ്ണൻജി ഒമാനിലാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പല സ്ഥലത്തും പല സംസ്ഥാനങ്ങളിലാണ്. നമുക്ക് ഈ സമയങ്ങളിൽ വേണമെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. പക്ഷെ അതിനേക്കാൾ നല്ലൊരു കാര്യം മനസ്സിലേക്ക് കടന്നു വരാൻ ഇതുപോലുള്ള സത്സംഗങ്ങള് അതുപോലെ പ്രഭാഷണങ്ങള് സഹായിക്കുന്നുണ്ട് എന്നുള്ള അറിവ് ഉള്ളത് കൊണ്ടാണ് ഈ 5 വർഷമായിട്ടും ഞങ്ങൾ ഇത് മുടങ്ങാതെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്വാമിയുടെ അനുഗ്രഹ പ്രഭാഷണം കേൾക്കാൻ സാധിച്ചു. ഏറെ സന്തോഷം. ഇതുപോലെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അങ്ങയുടെ വാക്കുകൾക്ക് പ്രണാമം അർപ്പിക്കുന്നു. ജയശങ്കര.
സത്സംഗത്തിന് പ്രത്യേകതയുണ്ട്. അമ്മ എപ്പോഴും ഞങ്ങളോട് പറയും, ഒരു നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ബിൽ ബോർഡുകളൊക്കെ ഉണ്ടല്ലേ, ഈ പരസ്യ ബോർഡ്, വാഴയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിറച്ച് പൊടിയായിരിക്കും അല്ലേ. വഴികൾ പോകുന്ന റോഡ് അരികിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇലകൾ നോക്കിയാൽ നിറച്ച് പൊടിയായിരിക്കും. എത്ര വർഷത്തെ പൊടി ഉണ്ടെങ്കിലും ഒരു മഴ പെയ്താൽ മതി, അത് ക്ലിയർ ആവും ഇല്ലേ. ഇതേപോലെയാണ് സത്സംഗം. നമ്മൾ ലോക വ്യവഹാരത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പല ദേഷ്യ കാര്യങ്ങളും പലതൊക്കെ വരും. പക്ഷെ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സത്സംഗം കേൾക്കാൻ അരമണിക്കൂറോ അല്ലെങ്കിൽ 15 മിനിറ്റോ 20 മിനിറ്റോ ഒരു സത്സംഗം കേൾക്കാൻ പോയിരുന്നു നോക്കി, അവന്റെ മനസ്സിൽ ഇതെല്ലാം പോകും. നീ അതൊന്നും അല്ലല്ലോ, നിന്റെ മനസ്സിൽ ഇത് ചുവന്നു കൊണ്ടു നടക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോന്നും കേട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം പൂർണ്ണമായിട്ട് പോകും. ഏറ്റവും ബെസ്റ്റ് വേ സത്സംഗമാണ്. സത്സംഗം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളുടെ വാക്കുകളാണല്ലോ നമ്മൾ ശാസ്ത്രങ്ങളിലൂടെയും നമ്മൾ പറയും ഉദാഹരണങ്ങളിലൂടെ ഒക്കെ പറയുന്നത്. അപ്പൊ സത്സംഗം ബെസ്റ്റ് വേ ആണ്. സത്സംഗമാണ് മനുഷ്യനെ ആധ്യാത്മികതയിൽ പിടിച്ചു നിർത്തുന്നത്. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിന്റെയും വിവേക ബുദ്ധിയുടെ ഉദാഹരണം എപ്പോഴും പറയും. മനസ്സ് എപ്പോഴും പൈപ്പിലെ വെള്ളം പോലെയാണ്, അത് താഴോട്ടേ പോവുള്ളൂ. എത്ര പൊക്കത്ത് കൊണ്ട് കുത്തിപ്പിടിച്ചാലും പൈപ്പിലെ വെള്ളം താഴോട്ടേ പോവുള്ളൂ. ആ സ്ഥാനത്ത് വിവേക ബുദ്ധി എന്ന് പറയുന്നത് ചൂട്ട് കത്തിച്ച് പിടിച്ച പോലെ, തീ പോലെയാണ്, അഗ്നി പോലെ. ഈ അഗ്നി നമ്മൾ എത്ര കിണറിൽ ഇറങ്ങിയിട്ട് കത്തിച്ചാലും അഗ്നിയുടെ ഫ്ലെയിം അത് മുന്നോട്ടേ പോകും, മേലോട്ടേ പോകും അല്ലേ. ബുദ്ധി എപ്പോഴും വിവേകബുദ്ധി എപ്പോഴും മേലോട്ടേ പോകും. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സിനെ കൂട്ടുപിടിച്ച അവരുടെ ജീവിതം. മനസ്സ് എപ്പോഴും മണ്ണിര പോലെയാണ്. മണ്ണിര എപ്പോഴും കുഴി തോണ്ടി താഴോട്ടേ പോകും. അങ്ങനെ അവരെന്ന് പറയും. മനസ്സിനെ പിടിച്ചു നിർത്താൻ ഏറ്റവും ബെസ്റ്റ് വേ സത്സംഗമാണ്. സത്സംഗം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കളുടെ ബുക്കുകൾ വായിക്കാം, മറ്റുള്ള സന്യാസിമാരുടെ വീടുകൾക്ക് നല്ല സത്സംഗങ്ങൾ കേൾക്കാം. അതല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ചിന്തിക്കാം. നല്ല നമ്മൾ പഠിച്ച് ഈ പശു കണ്ടിട്ടുണ്ടോ? പശു കിട്ടുമ്പൊക്കെ കഴിക്കും, പിന്നെ റെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, അത് അയവർക്കും. അതെടുത്ത് ഇങ്ങനെ അയവർക്കി. അതാണ് പശുവിന്റെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. ഇതുപോലെ നമ്മൾ കേട്ട സത്സംഗം നമ്മൾ തന്നെ അതിനെ എടുത്ത് നമ്മൾ ചിന്തിച്ച് മനനം ചെയ്ത് നമ്മളുടെ മനസ്സിൽ അതിനെ ഉറപ്പിക്കണം. അതാണ് സത്സംഗത്തിന്റെ ഏറ്റവും ബെസ്റ്റ് വേ. അപ്പൊ ഇനിയും ചോദിക്കുക, ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യാം. ഉണ്ണികൃഷ്ണൻ സർ. ആ അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടത് വിചാരിക്കണം ഞാൻ പറഞ്ഞു. നമസ്കാരം സ്വാമിജി. ആ നമസ്കാരം. വളരെ കാരണം കൂടെ ആശ്രമത്തിലെ സ്വാമിമാരുമായിട്ടും അമ്മയായിട്ടൊക്കെ ബന്ധപ്പെടുന്നതുകൊണ്ട് ആ വിചാരം ആ വിചാരധാര മുറിയാതെ കിട്ടിയതിൽ വളരെ സന്തോഷം. വളരെയധികം. കാരണം അമ്മയുടെയും സംസാരത്തിന്റെ ഒരു ശൈലി ഇതാണ്. വലിയ കടുകട്ടിയുള്ളതൊന്നും പറയത്തില്ല. വളരെ സാധാരണമായിട്ട് ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ കുറേയേറെ കഥകൾ ചേർത്ത് പറഞ്ഞു കഴിയുമ്പോൾ നന്നായിട്ട് കേൾക്കാനും, അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ സ്നേഹമുള്ളത് അല്ലെങ്കിൽ നല്ലത് ഇഷ്ടപ്പെടുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നത് എന്ന് പറഞ്ഞ മാതിരി കേട്ടുകൊണ്ടിരിക്കാൻ തോന്നി. വളരെ സന്തോഷം. നമസ്കാര. അമ്മ ഞങ്ങളോട് എപ്പോഴും പറയും, മക്കളെ പുറത്ത് സത്സംഗം പറയുമ്പോൾ അവര് സംസ്കൃതം പഠിച്ചിട്ടില്ല, അവര് ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടില്ല, അവര് ഒരു ഗുരുവിന്റെ കീഴിൽ ശിക്ഷണം കിട്ടിയിട്ടില്ല. അവർ സാധാരണ മനുഷ്യരാണ്, നിത്യജീവിതത്തിന് വേണ്ടി ഓടി നടക്കുന്നവരാണ്. അപ്പൊ അവരോട് പറയുമ്പോൾ വളരെ ലളിതമായും നിത്യജീവിതത്തിലെ കാര്യങ്ങളും കഥകളും ഉപമകളും ഉദാഹരണങ്ങളും പറഞ്ഞ് അവരെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെയാണ് അമ്മ ഒരു ഗൈഡൻസ് തന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഫലമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പഠിച്ചത് അദ്വൈതമാണ്, ഞാൻ പറഞ്ഞില്ലേ, അദ്വൈത ഭാഷ്യങ്ങളാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഞാൻ വേദാന്തത്തിലെ വാക്കുകളും അതിന്റെ ടൈമുകളും അതുപോലെ അതിന്റെ കടിച്ചാപ്പൊട്ടാത്ത കുറെ വാക്കുകളൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കും. എന്നോടുള്ള ഒരു ഇത് റെസ്പെക്ട് കൊണ്ട് പക്ഷെ കേട്ടിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു വലിയൊരു ഭാരം ചോന്ന് കൊണ്ടുപോകുന്ന പോലെയായിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഠിക്കുമ്പോൾ നമ്മൾ അതിനെ ലയിപ്പിച്ച് പഠിപ്പിക്കണം, ചെറുതാക്കി കൊണ്ടുവന്ന് വി ഹാവ് ടു അപ്ലൈ ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്. എങ്കിലേ അതിന് നമുക്ക് പ്രയോജനം കിട്ടുന്നുള്ളൂ. എന്ത് കാര്യം എടുത്താലും അങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെ നോക്കി കാണുന്നത്. ഏത് മതി, ഒരു വാക്ക് മതി, ഒരു കാട് നശിപ്പിക്കാൻ വലിയ തീപന്തമൊന്നും വേണ്ട, ഒരു ചെറിയ തിരി മതി. ആ തിരി കൊണ്ട് അതിട്ടാൽ അത് കത്തിപിടിച്ച് ആ കാട് മൊത്തം നശിപ്പിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ ഈ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളൊക്കെ ഒരു വാചകം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒറ്റ വാചകത്തെ മനനം ചെയ്ത് നമ്മുടെ ഈ ഇന്നർ ബേണിംഗ്, ഉള്ളിലെ എരിച്ചിൽ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയായിരിക്കണം. അമ്മ ഇപ്പോഴും ഉദാഹരണത്തിലൂടെയാണ് ഓരോ കാര്യങ്ങൾ അമ്മ വ്യക്തമാക്കി തരാം. വേറെ ആർക്കെങ്കിലും സ്വാമിജിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ പൂർണ്ണമാക്കാം. ആരെങ്കിലും ഉണ്ടോ?
ഇല്ല എന്ന് കരുതുന്നു. എന്തായാലും നമ്മുടെ സനാതന ധർമാമൃതം 13ാമത്തെ സെഷൻ വളരെ മനോഹരമായി ഇന്നിവിടെ പര്യവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ സമയക്കുറവുണ്ടെങ്കിൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന സ്വാമിജിക്ക്, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറും അതോടൊപ്പം എറണാകുളം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററുമായ ശ്രീമതി ശ്രീകല ചേട്ടത്തി ഇതിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഞാൻ വളരെ ഞാൻ ഓടി വന്ന് കയറി വന്നതാണ്, വേറൊരു മെഡിറ്റേഷൻ ഇതിലായിരുന്നു. അത് കഴിഞ്ഞു. പക്ഷെ സ്വാമിജി എനിക്ക് നേരിട്ടറിയാം, അതുകൊണ്ട് എന്തായാലും താമസിച്ചാലും ഞാൻ കയറുന്നുള്ള അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പം ശരിക്കും പറഞ്ഞ ഈ ഒരു വേദിയില് ഞങ്ങളുടെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ വരുവാനും സ്വാമിജിയുടെ അറിവുകളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റിയതൊക്കെ വളരെ വലിയ ഭാഗ്യമാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ഭാരതത്തിലെ സന്യാസി വര്യന്മാരൊക്കെ സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളാണെന്ന്. അപ്പൊ അവര് ത്രികരണ ശുദ്ധിയുള്ളവരാണ്. അപ്പൊ അവരുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ശുദ്ധമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അവരുടെ വാക്കുകൾ എപ്പോഴും സത്യമാവും. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്തിയാൽ അത് എപ്പോഴും നമുക്ക് ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ ഉള്ള ഉന്നതി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ അത് കൂടാതെ ചെറിയൊരു അമ്മയുടെ കൂടെയുള്ള ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. അതായത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെയും എന്റെയും ജനിച്ച നാള് കന്നിമാസത്തില് കാർത്തികയാണ്. അപ്പൊ അമ്മ പിറന്നാൾ ആഘോഷിക്കുമ്പോ ഒക്കെ ഞാനും ആഘോഷിക്കണം. അപ്പൊ അങ്ങനെ എപ്പോഴും എനിക്ക് എപ്പോഴും ഓർമ്മ വരും, അമ്മയെ ഓർമ്മ വരും, എനിക്ക് കാണണം എന്ന്. അങ്ങനെയാണ് ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ സരിത തന്നെയാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ നമുക്ക് പോവാന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ അമ്മയെ കാണും, അമ്മോട് ഇത് പറയുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് അമ്മ അന്ന് ഫോറിൻ ട്രിപ്പ് ഒക്കെ നടത്തിയ സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് അമൃതാനന്ദമയി അമ്മയെ കാണാൻ പോകണം. അപ്പൊ ഞാനിങ്ങനെ എന്താ ചെയ്യണ്ടേ, അപ്പം സരിത ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടല്ലോ, ഞാൻ സരിതയോട് പറയുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു ശരിയാ നമുക്ക് പോവാം, അമ്മ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പെടുത്തിയപ്പോ സരിത വലിയ തിരക്കിലായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സരിത പ്രഭാഷണത്തിന് വിളിച്ച്. അപ്പൊ തന്നെ സരിത എന്നെ വിളിച്ചോണ്ട്, കുട്ടി കാണാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്ക് അമ്മ നമ്മളെ വിളിച്ചു, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട്. അതൊരു വലിയൊരു അനുഭവമാണ് എനിക്ക്. ശരിക്കും ഞങ്ങൾ അത് തന്നെയാണ് വിശ്വസിക്കണേ. അതായത് നമ്മൾ അത്രയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോ അമ്മ നമ്മളെ വിളിച്ചു എന്നുള്ളത്, അതും സ്വാമിയുടെയൊക്കെ ആ ഒരു വാത്സല്യം അന്നത്തെ നമുക്കത്. അമ്മ എപ്പോഴും പറയും നമ്മൾ എന്ത് ആഗ്രഹിച്ചാൽ നടക്കും. അത് പക്ഷെ ആ ആഗ്രഹത്തിന് നമ്മൾ അതിന്റെ ബലം വേണം. ഈ അമ്മ പ്രേയേഴ്സ് ആർ നോട്ട് എംപ്റ്റി വേർഡ്സ് എന്ന് പറയും. പ്രാർത്ഥനയുടെ വാക്കുകൾ ഒരിക്കലും ഫലിക്കാതിരിക്കില്ല. പക്ഷെ ചിലതിന് സമയമെടുക്കും. നമ്മൾ വി ഹാവ് ടു വെയിറ്റ് ചെയ്യണം. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അതിന്റെ ഒരു ഫലം ഉണ്ടാവും. നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. ഈശ്വരൻ 3 പര്യായങ്ങൾ പറയും. ഒന്ന് സർവജ്ഞൻ, എല്ലാം അറിയുന്ന ആള്. ഒന്ന് സർവവ്യാപി, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആള്. സർവജ്ഞൻ, സർവവ്യാപി, സർവശക്തൻ, എല്ലാം തരാൻ കഴിവുള്ള ആള്. ഈ ഒരു 3 മീനിങ് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അപ്പൊ നമുക്കതിന് പെട്ടെന്ന് ഫലവും കിട്ടും, നമുക്കതിന് വിശ്വാസം കൂടി. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മയുടെ ശിഷ്യനായ സ്വാമിജി, ഇത്ര അറിവുള്ള സ്വാമിജി. അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ അറിവെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുന്ന അത്രേ ഉള്ളൂ എന്റെ ജീവിതത്തില്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി നാളത്തെ കുറിച്ച് ഒരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 3 ജോഡി ഡ്രസ്സ്, ആഹാരം, കഞ്ഞിയായാലും ചോറായാലും ഇവിടെ നമുക്കത് മുടങ്ങാതെ കിട്ടുന്നു. പിന്നെ അതുപോലെ എനിക്കിലും നമ്മുടെ ഇവിടെ ഈശ്വര കൃപ കൊണ്ട് സാധന ചെയ്യാനുള്ള അവസരം അമ്മ ഞങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നതാണ്. അമ്മ എപ്പോഴും ഞങ്ങളെ പിന്നോട്ട് പോകുമ്പോഴേക്കും, മനസ്സ് പോകുമ്പോഴേക്കും അമ്മ ഓരോ സത്സംഗം പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ മന്ത്രം ജപിക്കാനും ധ്യാനിക്കാനും ജപിക്കാനും ഉള്ളത് അമ്മ പറഞ്ഞു. ആ ഒരു കഴിവ് ഞങ്ങളിലുള്ളൂ. ഇന്ന് അമ്മയായിട്ടുള്ള ചിന്ത വിട്ടാൽ ഞാൻ വെറും ഒരു കഴുതാന്ന് പറയായിരിക്കും ബെസ്റ്റ്. അത്രയേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. സ്വാമിജിയുടെ വിനയാണ്. അമ്മയാണെങ്കിൽ വലിയ തത്വങ്ങൾ, എത്ര ഹോമിയോപ്പതി മരുന്ന് കൊടുക്കണ പോലെ ഇങ്ങനെ തരും. വലിയ തത്വങ്ങളാണ്, ചെറിയ കാര്യങ്ങൾ നമുക്ക് തോന്നും ചെറുതാണ്, പക്ഷെ അത്രയും മഹത്തായ തത്വങ്ങൾ ആ കഥകളിലൂടെയും വളരെ ലളിതമായിട്ടും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരും. എനിക്കുള്ള ഏറ്റവും വലിയ അമ്മയുടെ സത്സംഗം ഞാൻ ഒരു 5-8 പുസ്തകങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മ എല്ലായ്പ്പോഴും പറഞ്ഞു, എല്ലാവരും കേട്ട് കളയും, കേട്ടൊക്കെ പോകും. ഞാനതെല്ലാം എഴുതി വെച്ചേ. കാരണം എനിക്ക് മനനം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ച ആ ബുക്കുകൾ ഞാൻ എടുത്ത് വായിക്കുകയാണെങ്കിൽ. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അമൃതപഥത്തിലെ വഴിവിളക്കുകൾ എന്ന് പറഞ്ഞിട്ട്. അമ്മ പറഞ്ഞ ഉദാഹരണങ്ങൾ നമ്മുടെ കഥകളും മാത്രമായിട്ട് അങ്ങനെയൊക്കെ. എനിവേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അത് അമ്മയുടെ കൃപ. ഞാൻ അതിനൊരു ഉപകരണമായിരുന്നുള്ളൂ.
നിങ്ങളൊക്കെ ഇനിയും അങ്ങനെയുള്ള സ്വാമി നിങ്ങളെല്ലാവരും നേരിട്ട് കാണുന്ന എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്തെങ്കിലും രാജസ്ഥാനിൽ വരുമ്പോ അവിടെ ആരെങ്കിലും ഒക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതൊരിക്കുന്നത്. അപ്പം സ്വാമിജിക്ക് എന്തായാലും പാദ നമസ്കാരം. അങ്ങനെയുള്ള സ്വാമിജി ഇരിക്കട്ടെ, അമ്മയ്ക്ക് ഇരിക്കട്ടെ, എല്ലാം അമ്മയിലേക്ക് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു മനസ്സാണല്ലോ ഇത്രയും കാര്യങ്ങൾ ആ ഇൻട്രഡക്ഷനിൽ നിങ്ങൾ ഇത്രയും ചെയ്തു. 5 വർഷം കൊണ്ട്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ ഒരു സംരംഭം ആരംഭിച്ചത്. അപ്പൊ ഇത്രയും ചെയ്യാൻ പറ്റിയെങ്കിൽ ശങ്കരാചാര്യ സ്വാമികളുടെ പൂർണ്ണമായിട്ടും ആ കൃപ നിങ്ങൾക്കുണ്ട്, അതിന്റെ ഒരു സങ്കല്പമുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനിയും ഇതിലധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണേ എന്നാണ് എന്റെ പ്രാർത്ഥന. കേട്ടോ, എല്ലാവരും ഒരു പാതയിലുള്ള, ആധ്യാത്മ്യത്തിൽ 2 പാതയില്ല, അദ്വൈതം ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരേ പാതയിലൂടെ പോകണം. നിങ്ങൾക്ക് അതിന് ആ മനസാന്നിധ്യം ഉണ്ടാകട്ടെ, അതിനുള്ള മനക്കരുത്ത് ഈശ്വരൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്മ വരട്ടെ. ജയശങ്കര. ഓ, വളരെ സന്തോഷം സ്വാമിജി. ആ നമ്മുടെ ഈ വേദിയെ അലങ്കരിക്കുവാനായി അങ്ങ് ഇവിടെ എത്തണം എന്നുള്ള എത്തുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും ജഗദീശന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോക സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര. 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 Unji Raja. ശങ്കര. Ra.